القبر أول من منازل الآخرة إلى آخر حديث قال شفيعنا محمد مصطفى صلى الله عليه وسلم أحمد الله حامدا نشكر الله شاكرا صلى وسلم على النبي سيدنا يا محمد يحمد الله حامدا نشكر الله شاكرا صلى وسلم على النبي سيدنا يا محمد ഉലൂമിൻ്റെ കവാടങ്ങൾ തുറന്നിട്ട് പറന്നല്ലോ സമസ്തതൻ സുബർഗത്തിൻ വിരുന്നുകാരൻ വെള്ളി നിലാവിൻ്റെ മുഖമുള്ള പ്രിയ ഗുരുനാഥൻ അകന്നിട്ടും അകലാതെ അകതാരിനകത്തുള്ള അറിവിൻ്റെ അതൃപത്തേൻ ശൈഖുനയോരേ നമ്മുടെ മനസ്സിനെ തോൽപ്പിച്ച കണ്ണിയത്തുസ്താദ് ഉലൂമിൻ്റെ കവാടങ്ങൾ തുറന്നിട്ട് പറന്നല്ലോ സമസ്തതൻ സുബർഗത്തിൻ വിരുന്നുകാരൻ വെള്ളി നിലാവിൻ്റെ മുഖമുള്ള പ്രിയ ഗുരുനാഥൻ മനമാകെയുരുകി നാം മസാഇന്റെ സമയമിൽ മധുരത്തിൻ മണിയറ ഒരുക്കിയല്ലോ നല്ല മരണത്തിൻ സുഖം അവരും നുകർന്നുവല്ലോ ഈ മണ്ണിൽ നിധിയായി അവരെന്നും ഉറങ്ങുമ്പോൾ അത് റബ്ബിൻ വിധിയായി പുലർന്നിടുന്നു അവരുടെ ഖബറിടം കാണുമ്പോൾ മനം നീറുന്നേ ഉലൂമിൻ്റെ കവാടങ്ങൾ തുറന്നിട്ട് പറന്നല്ലോ സമസ്തതൻ സുബർഗത്തിൻ വിരുന്നുകാരൻ വെള്ളി നിലാവിൻ്റെ മുഖമുള്ള പ്രിയ ഗുരുനാഥൻ കരഞ്ഞല്ലോ സമസ്തയും തളർത്തല്ലേ സമസ്തയെ നമുക്കായി എന്നും ഉസ്താദ് തന്നൊരു നിധിയാ എന്നും പളുങ്കിൻ്റെ പ്രഭയാലെ മിന്നണം കൊതിയാൽ ഉലൂമിൻ്റെ കവാടങ്ങൾ തുറന്നിട്ട് പറന്നല്ലോ സമസ്തതൻ സുബർഗത്തിൻ വിരുന്നുകാരൻ വെള്ളി നിലാവിൻ്റെ മുഖമുള്ള പ്രിയ ഗുരുനാഥൻ അകന്നിട്ടും അകലാതെ അകതാരിനകത്തുള്ള അറിവിൻ്റെ അതൃപത്തേൻ ശൈഖുനയോരേ നമ്മുടെ മനസ്സിനെ തോൽപ്പിച്ച കണ്ണിയത്തുസ്താദ് ഉമ്മത്ത് നബിയിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹീതമായ ഈ ഇൽമിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം തന്നതുപോലെ ഇതിലും ഖൈറായ രീതിയിൽ അനന്തകോടി അനുഗ്രഹങ്ങൾ അലതല്ലുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാൻ റഹ്മാനായ തമ്പുരാൻ റഹീമായ തമ്പുരാൻ വലിയ ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.
ജീവിതത്തിൽ വന്നുപോയ ചെറുതായി വലുതായി രഹസ്യമായി പരസ്യമായി അറിഞ്ഞുകൊണ്ട് അറിയാതെ വാക്കിലായി പ്രവർത്തനത്തിലായി ചിന്താമണ്ഡലങ്ങളിലായി വന്നുപോയ സകലമാന അപരാധങ്ങളും റഹ്മാനായ തമ്പുരാൻ റഹീമായ തമ്പുരാൻ അവന്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് മർഹമത്ത് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയം പരിപൂർണമായ ഈമാനോടുകൂടി സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് പുഞ്ചിരിച്ച് മരിക്കുന്ന മരണം നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഓശാരമായി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ ഇന്നലകൾ നമ്മോടൊപ്പം സഹവസിച്ച നമ്മുടെ ബന്ധുമിത്രാദികൾ, പുത്രകളത്രാദികൾ, മാതാപിതാക്കൾ, നാം ജീവിച്ചിരിക്കെ നമ്മെ വിട്ടുപോയ നമ്മുടെ പൊന്നു മക്കൾ, അവർ ഖബറാകുന്ന ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ ആ ഖബറാകുന്ന ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എങ്കിൽ റഹ്മാനായ തമ്പുരാൻ റഹീമായ തമ്പുരാൻ അവരുടെ മണ്ണറകളെയെല്ലാം മണിയറകളായി പരിവർത്തനപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ വാഴക്കാടിന്റെ പരിസരത്ത് അല്ലെങ്കിൽ വാഴക്കാടിനെ തന്നെ ലോക ചരിത്രത്തിലേക്ക് കൊണ്ടുവന്ന നാം ഏവരെയും നമ്മളാക്കി മാറ്റിയ, ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പ്രഖ്യാപനങ്ങൾ നടത്തിപ്പോയ, അള്ളാഹുവിനെ ഓർത്ത് ഒരുപാട് പൊട്ടിക്കരഞ്ഞുപോയ സൂഫി മണ്ഡലത്തിലെ തിളങ്ങുന്ന ജ്യോതിർഗോളം ഈ നാടിനുള്ള അലങ്കാരമായി, ഈ നാട്ടുകൊരു അതിപ്രാഹമായി ഈ മണ്ണിൽ എന്ത് വിശ്രമം കൊള്ളുന്ന ബഹുവന്യരായ കണ്ണിയത്ത് ഉസ്താദ് മഹാനുഭാവന്റെ ഉലൂമുകളും ഫുയൂലാത്തുകളും നമുക്ക് ഓശാരമായി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മഹാനുഭാവൻ സഞ്ചരിച്ച പാതയിൽ അടിപതറാതെ മുന്നിട്ട് നിൽക്കാൻ നമുക്ക് ഏവർക്കും ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. അറിവിന്റെ അക്ഷരാർത്ഥത്തിലേക്ക് നമ്മെ കൈപ്പിടിച്ചാനയിച്ച ഉസ്താദുമാർ അവർ പലരും ഖബറിലാണ്. പ്രത്യേകിച്ച് എന്നെ ഞാനാക്കി മാറ്റിയ, ജീവിതത്തിൽ അറിവില്ലായ്മയുടെ പടുകുഴികൾ വീണുപോയ എന്നെ വിജ്ഞാനത്തിന്റെ വെള്ളി വിഹായസിലേക്ക് കൈപിടിച്ചാനയിച്ച എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ താലൂക്കിലെ പേഴക്കാപ്പള്ളി ജാമിഅ ബദരിയ അറബി കോളേജിന്റെ സ്ഥാപകൻ, തെക്കൻ കേരളത്തിൽ ദീനി വിജ്ഞാപന രംഗത്ത് ഒരുപാട് ആയിരക്കണക്കിന് ആലിമീങ്ങളെ വാർത്തെടുക്കാൻ പെടാപ്പാടുപെട്ട എന്റെ വന്ധ്യ ശൈഖുനാ നൂറുൽ ഉലമാ ഫരീദുദ്ദീൻ ഉസ്താദ് അവറുകൾ അല്ലാഹു മഹാനുഭാവന്റെ ഖബറിടം കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനമുള്ളവരെ, മജ്ലിസുൻ നൂറിന്റെ ഒരു വാർഷികത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ബഹുവന്യരായ ഫൈസി ഉസ്താദ്, വലിയുദ്ദീൻ ഫൈസി ഉസ്താദ്, അതുപോലെ തന്നെ എന്നോടൊപ്പം ബാഖിയാത്ത് സ്വാലിഹാത്തിൽ തെന്നിന്റെ ഉമ്മുൽ മദാരിസ് വെല്ലൂർ ബാഖിയാത്ത് സ്വാലിഹാത്തിൽ എന്നോടൊപ്പം പഠനം നടത്തി ഒരു വർഷക്കാലം ഞങ്ങൾ ഇവിടെ ഒരുമിച്ചുണ്ടായിരുന്ന ബഹുവന്യരായ ജാസിർ ബാഖവി ഉസ്താദ്, അവരൊക്കെ പഠിച്ചു നടന്നു, ഞാനൊക്കെ കളിച്ചു നടന്നു. അങ്ങനെ വേണമല്ലോ പറയാം. അവരൊക്കെ കിതാബിന്റെ ആഴങ്ങളിലേക്ക് ഒരുപാട് ഇറങ്ങി ചെന്ന് പഠിച്ചപ്പോ നമ്മൾ ഒരു പറ്റം ആളുകൾ അവിടെ വായും നോക്കി ഉള്ള കുസൃതികളെല്ലാം ഒപ്പിച്ച് നടന്നു. അവസാനം ഇങ്ങനെയുള്ള പഠിച്ചു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൾ റിസൾട്ട് വിളിച്ചപ്പോൾ അറിയണം, ഇങ്ങനെ ജാസിർ ബാഖ അവിടെ ഉണ്ടായിരുന്നു. അള്ളാഹു ആ സുഹൃത്ത് ബന്ധങ്ങളെല്ലാം മരണം വരെ, മരണശേഷവും നാളെ അർശിന്റെ തണൽ കിട്ടുന്ന ഒരു കൂട്ടുകാരുടെ വിഭാഗത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ളവരെ, ഞാൻ ആമുഖ പ്രഭാഷണങ്ങളൊന്നും ഇല്ലാതെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ബഹുവന്യരായ സൂഫി വര്യൻ ചെറുവാളൂർ ഉസ്താദ് കടന്നു വരാനുണ്ട്. മഹാനുഭാവന്റെ ഭക്തി നിർഭരമായ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ആമീൻ പിടിക്കേണ്ടതുണ്ട്. അതിനിടയിൽ ഒരു ചുരുങ്ങിയ സമയമാണ് എനിക്കുള്ളത്. അതിനുള്ളിൽ തന്നിരിക്കുന്ന വിഷയത്തിൽ എന്തെങ്കിലും ഇരിക്കുന്ന ഉസ്താദുമാർ എന്നെക്കാൾ ഒരുപാട് അറിവുള്ളവരാണ് എന്ന് എനിക്ക് യാതൊരു സംശയവുമില്ല. അതിലൊരു സംശയിപ്പിക്കേണ്ട കാര്യവുമില്ല. കാരണം അറിവില്ലാത്ത ഇരിക്കുന്ന ഉമ്മമാരുടെ മുന്നിൽ അറിവില്ലാത്തവനായി, അതബില്ലാത്തവനായി, അമലില്ലാത്തവനാണ് എന്ന് തുറന്നു പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. കാരണം നിങ്ങളുടെ ഈമാനും നിങ്ങളുടെ അമലുകളും ഇബാദത്തുകളും എടുത്തും എന്റെ ഇബാദത്തുകൾ എടുത്ത് തുലനം ചെയ്യുമ്പോൾ ഒന്നുമല്ല, ഒരു വട്ടപൂജ്യം മാത്രമാണ്. അള്ളാഹു നമ്മുടെ ഈമാൻ സ്ഥിരപ്പെടുത്തി തന്നിരിക്കുമാറാകട്ടെ. ബഹുമാനമുള്ളവരെ, മാനവൻ മറക്കുന്ന മണിയറ എന്നുള്ള ഖബർ എന്നൊരു വിഷയമാണ് ഞാനിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഖബർ ജീവിതവും നമുക്ക് മുമ്പ് മരണപ്പെട്ടവരുടെ ഖബർ ജീവിതവും എളുപ്പമാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ശരി, എല്ലാവരും നിറഞ്ഞൊരു സദസ്സാണ്. അപ്പൊ ഒരു രാഷ്ട്രീയക്കാരന്റെയോ അതല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയുടെ പേരല്ല ഞാനിവിടെ പറയുക. നാം എല്ലാം ഇവിടെ ഒരുമിച്ച് കൂടാൻ കാരണക്കാരനായ, നമ്മെ പടയ്ക്കാൻ കാരണക്കാരനായ ഒരു ആത്മീയ ചൈതന്യത്തിന്റെ മുസ്ലിം മാനസങ്ങളിൽ
നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പേരാണ് ഞാനിവിടെ പറഞ്ഞത്. സ്വലാത്ത് ചൊല്ലണം. എന്റെ സദസ്സിന്റെ ഒരു ഒന്നാമത്തെ കണ്ടീഷൻ. വാദനൊക്കെ പോകുമ്പോൾ ഡിമാൻഡ് വയ്ക്കുമല്ലോ. എന്റെ ഡിമാൻഡാ സ്വലാത്ത് ചൊല്ലണം. അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് കേട്ടാൽ സ്വലാത്ത് ചൊല്ലണം. സ്വഹാബത്തിന്റെ പേര് കേട്ടാൽ തറയിലെത്തി ചൊല്ലണം. അതൊക്കെ നിബന്ധനയാണ്. എല്ലാവരും ശ്രദ്ധയിൽ വെക്കണം. കൽപ്പിക്കുകയല്ല, ഉണർത്തിയതാണ്. ബഹുമാനമുള്ളവരെ, ലോകത്തിന്റെ നായകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ചില വ്യക്തിത്വങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ചില വ്യക്തിത്വങ്ങളുടെ ജീവിതം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ വല്ലാതെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനിയായിരുന്ന ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു തആല അൻഹു. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതം അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത ആവേശമായിരുന്നു, വല്ലാത്ത ഇഷ്ടമായിരുന്നു. സഅദ് റളിയല്ലാഹു തആല പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത എന്നറിയോ? സഅദ് റളിയല്ലാഹു തആല എപ്പോൾ ദുആ ചെയ്താലും ദുആക്ക് ഇജാബത്ത് ഉണ്ടാവും. അങ്ങനെ പ്രത്യേകതയുണ്ട്. ചില ആളുകൾ അങ്ങനെയാണ്. ഇനി വരാൻ പോകുന്ന ഈ സദസ്സിലേക്ക് ദുആ മജ്ലിസിന് നേതൃത്വം കൊടുക്കുന്ന ചെറുമാടൂർ ഉസ്താദ് നിരവധി ദുആ മജ്ലിസുകളിൽ കണ്ണീരോടെ നീറുന്ന നോവുന്ന പ്രശ്നങ്ങളിലായി കഴിയുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് മുസ്ലിം സമുദായത്തെ തന്റേതായ ആത്മീയമായ പ്രാർത്ഥനയിലൂടെ മോചനം നൽകി കൊടുത്ത് പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് മോചനം കൊടുത്ത മഹാസൂഫി വര്യനാണ് ഈ സ്റ്റേജിലേക്ക് കടന്നു വരാനുള്ളത്. മഹാനുഭാവന്റെ ഗുരുത്വവും പുരുത്വവും നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന് വല്ലാത്തൊരു പ്രത്യേകതയായിരുന്നു. എപ്പോൾ ദുആ ചെയ്താലും ദുആ അല്ലാഹു സ്വീകരിക്കും. അതുകൊണ്ടാണ് ഇസ്ലാമിക റിപ്പബ്ലിക് രാഷ്ട്രത്തിന്റെ രണ്ടാം ഖലീഫ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്ത് ഒരു തെറ്റ് ചെയ്ത, ഹദ്ദടിക്കേണ്ട തെറ്റ് ചെയ്ത ഒരു പെണ്ണിനെ ഉമർ റളിയല്ലാഹു തആല അൻഹു ഹദ്ദടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ത്രീയുടെ ഔറത്ത് മാറാനിടയായി. അടികൊണ്ട് ആ പെണ്ണിന്റെ ഔറത്ത് മാറിയപ്പോ ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു തആല അൻഹു ഇരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പടച്ചവന്റെ ദർബാറിലേക്ക് ദുആ ഇറക്കാൻ കൈകൾ ഉയർത്തി. ഇത് കാണേണ്ട താമസം ഇസ്ലാമിക റിപ്പബ്ലിക് രാഷ്ട്രത്തിന്റെ രണ്ടാം ഖലീഫ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഓടിക്കപ്പിച്ചുകൊണ്ട് സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, സഅദേ, നീ ദുആ ഇറക്കരുത്. ഈ ഉമറിനെതിരായിട്ട് നീ ദുആ ഇറക്കാൻ പാടില്ല. നീ എങ്ങാനും പടച്ച തമ്പുരാന്റെ ദർബാറിലേക്ക് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ തലവൻ ഒരു പെണ്ണിന്റെ ഔറത്ത് വെളിവാകുന്നത് വരെ ഹദ്ദടിച്ചു എന്നെങ്ങാനും പറഞ്ഞുകൊണ്ട് നീ പടച്ച തമ്പുരാനിലേക്ക് ദുആ ഇറങ്ങ. പിന്നെ ഈ ഉമർ റളിയല്ലാഹു തആല നാളെ പടച്ചവന്റെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോ ആ പടച്ചവന്റെ പരലോകത്ത് പരാജിതരുടെ പടുകുഴിയിലേക്ക് ഞാൻ പാത്രീഭവിച്ചു പോകും സഅദേ. അതുകൊണ്ട് നീ ദുആ ചെയ്യാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ഇടം കൈയായി വലം കൈയായി മാറിയും തിരിഞ്ഞും താങ്ങായി തണലായി കൂടെ നടന്ന സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു പോയി, ഭയപ്പെട്ടു പോയി ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു തആല അൻഹുവിനോട്. അങ്ങനെയുള്ള സഅദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നൊരു സങ്കടം പറയുന്ന നബിയേ, ഈ സഅദിനൊരു സങ്കടം പറയാനുണ്ട്. സഅദ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സഅദേ, നിനക്ക് എന്താണ് സങ്കടമെന്ന് റസൂലിനോട് നിനക്ക് പറയാം. സഅദേ, എന്ത് സങ്കടമാണെങ്കിലും നിനക്ക് എന്നോട് പറയാ, എന്ത് വേവലാതയാണെങ്കിലും നിനക്ക് എന്നോട് പറയാ, എന്ത് നൊമ്പരമാണെങ്കിലും നിനക്ക് എന്നോട് പറയാ. സഅദേ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് മദീനയുടെ മണവാളരോട് എന്ത് പ്രശ്നം വന്നാലും പ്രതിസന്ധി വന്നാല് മദീനത്തെ നാട്ടുകാർക്ക്, അൻസാരികൾക്ക്, മദീന നിവാസികൾക്ക് ഓടിക്കിളച്ചുകൊണ്ട് കടന്നു ചെല്ലാൻ പറ്റിയ മദീന മുനവ്വറയിൽ വിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദ്റത്തിലേക്ക് സഅദ് റളിയല്ലാഹു തആല ഓടിക്കിളച്ചുകൊണ്ട് വന്നിട്ട് പറയുന്നു, നബിയേ, എനിക്ക് മരിക്കണം നബിയേ, എനിക്ക് മരിക്കണം നബിയേ, ദുനിയാവിൽ ജീവിച്ച് ഞാൻ മതിയായി നബിയേ, എനിക്ക് മരിക്കാൻ വേണ്ടി എന്നെ ഖാബിലുള്ള റൂഹ് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ ആത്മാവും കൊണ്ട് പറന്നു പോകാ, അങ്ങ് ദുആ ഇറക്കണം നബിയേ എന്ന് സഅദ് റളിയല്ലാഹു തആല വന്ന് പൊട്ടിക്കരഞ്ഞു എന്ന ചരിത്രം. സഅദ് റളിയല്ലാഹു തആല വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട്, നബിയേ, ഞാൻ മരിക്കാൻ വേണ്ടി ദുആ ഇറക്കണം,
ഞാൻ മരിക്കാൻ വേണ്ടി ദുആ ഇറക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ഭുതത്തോടുകൂടി അതിലേറെ അത്ഭുതപ്പെട്ടുകൊണ്ട് ആവേശത്തോടുകൂടി ചോദിച്ചു, ഏ സഅദേ, നീ എന്താണ് പറയുന്നത്? നിന്നെ ഇത്രയേറെ പ്രകോപിതനാക്കിയ, ഇത്രയേറെ വിഷമിപ്പിച്ച എന്ത് സംഭവമാണ് സഅദേ നിന്റെ ജീവിതത്തിൽ ഉണ്ടായത്? നാമൊക്കെ മരിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ? മരിക്കാൻ നാം ഒട്ടും ആഗ്രഹിക്കില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഇഖ്റഹു ഇബ്നു ആദം, ആദം സന്തതികൾ വെറുക്കുന്ന ഇസ്നാന് രണ്ട് കാര്യമാണ്. അൽ-അവ്വലു, ഒന്നാമത്തേത് അൽ മൗത്ത്, ഒന്നാമത്തെ മരണമാണ്. മരിക്കാൻ നാം ആരും ആഗ്രഹിക്കൂല, മരിക്കാൻ ആഗ്രഹിക്കൂല. എത്രയേറെ മരണത്തിൽ നാം പങ്കെടുത്താലും, മരണ വീടുകളിൽ പോയി നാം ഭാഗവാക്കായാലും മരിക്കാൻ നാം ആരും ആഗ്രഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ സഅദ് റളിയല്ലാഹു തആല അൻഹു വന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് വന്നിട്ട് പറയുന്ന, നബി, എനിക്ക് മരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സഅദേ, എന്തൊരു വിഷമിപ്പാമിക്കുന്ന കാര്യമാണ് നിന്നെ മരിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് എന്നോട് പറയണം, അതിന് ഞാൻ പരിഹാരം കണ്ടുതരാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹുവിന്റെ റസൂലിന്റെ സന്തത സഹചാരിയാകുന്ന സഅദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബിയേ, ഞാൻ ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് ജീവിക്കുമ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ അങ്ങയുടെ ചുണ്ടിൽ നിന്ന് അടർന്നു വീഴുന്ന വിജ്ഞാനമണികൾ പെറുക്കിയെടുത്തിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ കോർത്തിണക്കിയിട്ടുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ നല്ല കാര്യങ്ങള്, ആ സുഹൃതങ്ങള് എന്റെ ജീവിതത്തിൽ നിന്നും മാഞ്ഞു പോകുന്നതിന് മുമ്പ് ശപിക്കപ്പെട്ടവനായ പിശാച് ലഅനത്തുല്ലാഹി അലൈഹി എന്റെ ശരീരത്തെ, എന്റെ പ്രവർത്തനത്തെ കാർന്നു തിന്നുന്നതിന് മുമ്പ് ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ അനന്തകോടി അനുഗ്രഹങ്ങൾ അലതല്ലെന്ന ജന്നാത്തുൽ ഫിർദൗസിൽ എനിക്ക് ഒരുമിച്ച് പോകാൻ നബിയെ, എനിക്ക് അങ്ങയോടൊപ്പം കടന്നു പോകണം നബിയെ, അതാണ് എന്റെ ആഗ്രഹമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഅദ് റളിയല്ലാഹു തആല അൻഹു വന്ന് പരാതി പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തോളത്ത് തട്ടിയിട്ട് പറയുന്നു, യാ സഅദ്, അല്ലയോ സഅദേ, ബകാഉക ഖൈറുൽ ലക യാ സഅദ്, ബകാഉക ഖൈറുൽ ലക യാ സഅദ്, സഅദേ, നീ ജീവിച്ചിരിക്കുന്നത് നിനക്ക് ഖൈറാണ് സഅദേ, ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്നത് നിനക്ക് ഖൈറാണ് സഅദേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു തആല നബിയോട് പറഞ്ഞു, അത്രേ, നീ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന നിനക്ക് ഒരു നിമിഷമെങ്കിലും നീ ജീവിച്ചിരിക്കുക നിനക്ക് ഖൈറാണ് എന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നാം നമ്മുടെ ജീവിതത്തിലേക്ക് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒന്നും നോക്കണ്ട, നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. നാം ജീവിച്ചിരിക്കുന്നത് ദുനിയാവിന് ഖൈറാണ് ആണോ? മക്കൾക്ക് ഭാരമല്ലേ? കുടുംബങ്ങൾക്ക് ഭാരമല്ലേ? എല്ലാവർക്കും ഭാരം, നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ട് മാത്രം. പക്ഷേ സഅദ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഅദേ, ബകാഉക ഖൈറുൽ ലക യാ സഅദ്, നീ ജീവിച്ചിരിക്കുന്നത് നിനക്ക് ഏറ്റവും വലിയ ഖൈറാണ് എന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പ്രഖ്യാപനം നടത്തിയത്, കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ ഗാബിറു സബീൽ ഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ എന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. നിന്റെ ശരീരത്തെ നീ എണ്ണേണ്ടത് ഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ, ഖബറാളികളുടെ കൂട്ടത്തിലാണ് നീ എണ്ണേണ്ടത്. വാഴക്കാട് മുസ്ലിം ജമാഅത്തിന്റെ ഖബർസ്ഥാനിലേക്ക് നാം ഒന്ന് പോയാൽ, അതല്ലെങ്കിൽ ഏത് പള്ളിസ്ഥ ഖബർസ്ഥാനിലേക്ക് നാം ഒന്ന് പോയാൽ നാം എണ്ണണം 196, 197, 198, 199, 200 നമ്മിലേക്ക് എണ്ണണം. അല്ലാതെ 200 മറ്റവന്റെ നെഞ്ചത്തിലേക്കല്ല വെച്ചു കൊടുക്കേണ്ടത്, നാം നമ്മുടെ ശരീരത്തിലേക്ക് എണ്ണണമെന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഖബറാളികളുടെ കൂട്ടത്തിൽ എണ്ണണമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 14 മുമ്പ് പതിതമാനവ സമൂഹത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ ഉണർത്തുകയുണ്ടായി. അതുകൊണ്ടാണ് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പരാതി പറഞ്ഞത്, നബിയേ, അല്ലാഹുവിന്റെ റസൂലിന്റെ പത്നിയാകുന്ന ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ വന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പരാതി പറഞ്ഞ, നബിയേ, പുരുഷന്മാരെ എല്ലാവരും യുദ്ധങ്ങൾക്ക് വേണ്ടി, ഇസ്ലാമിക തുല്യതയില്ലാത്ത യുദ്ധ പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടി ബദർ യുദ്ധം പോലോത്ത, ഉഹദ് യുദ്ധം പോലോത്ത, തബൂക്ക് യുദ്ധം പോലോത്ത, ഖൈബർ യുദ്ധം പോലോത്ത നൂറുകണക്കാന യുദ്ധങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് സ്വഹാബികളായ പുരുഷന്മാർ ഒരുപാട് പ്രതിഫലങ്ങൾ വാരിക്കോരുന്നുണ്ട് നബിയേ എന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരാതി പറഞ്ഞു. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല പരാതി പറഞ്ഞു, അല്ലേ യുദ്ധത്തിന് വേണ്ടി പങ്കെടുത്തില്ലേ? തുടരെ മക്കളും തുരസട് മരുവൊറ്റകളും പകയുടെ തുണികൾ ഗുഫുകളും കൈമണി ധ്വനികൾ ദാശികളാൽ പുള്ളമ്മ പുല്ലുകൾ പൂള ചൂളകളാണിത പൊതുവേ പുതികൾ കൊമ്പ് പൂളകളാബു നിന്നവർ സൊഫുനിഫുകളാൽ. അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ പോലോത്ത മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയെ പോലോത്ത മഹദികൾ വന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പരാതി പറയുന്ന നബിയേ, യാ റസൂലല്ലാഹ്, ഇസ്ലാമിലെ ചുണക്കുട്ടികളാകുന്ന ദീനീ ആവേശമുള്ള ചെറുപ്പക്കാരുണ്ടല്ലോ, ഈ പരിപാടികൾ ഒരുപാട് ആവേശമുള്ള ചെറുപ്പക്കാർ ഒരുപാട് ഓടി നടന്ന് പെടാപ്പാട് വെട്ടതിന്റെ ഫലമാണ് ഇങ്ങനെ ആയിരക്കണക്കാന് പതിനായിരക്കണക്കാന് ഇൽമിനെ ആഗ്രഹിക്കുന്ന അല്ലാഹുവിന്റെ നൂറാനിയത്താകുന്ന ഇൽമിന്റെ ഹൃദയത്തിലേക്ക് ഇറക്കി വെക്കാൻ ആവേശത്തിന്റെ അലമാലകൾ തീർത്തുകൊണ്ട് പാറ്റുകളെ പോലെ ഈ വാഴക്കാട് മുസ്ലിം ജമാഅത്തിന്റെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ സഹോദരങ്ങളെ ഇങ്ങനെ ഇങ്ങനെ വിജ്ഞാനം കേൾക്കാൻ ഒരുപാട് ചെറുപ്പക്കാർ ആവേശത്തോടെ ഇറങ്ങി പ്രവർത്തിച്ചിട്ട് ഫലമാണ്. അതുകൊണ്ടാണ് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ വന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നത്, നബിയേ, ഇസ്ലാമിന്റെ ചുണക്കുട്ടികളുണ്ടല്ലോ, ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ഒരുപാട് പ്രതിഫലം ഇങ്ങനെ ഏറ്റുവാങ്ങുകയാണ്. സ്ത്രീകളായ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ പറ്റൂല, യുദ്ധത്തിന് പോകാൻ പറ്റൂല, അതുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം പോലെ ഒരു പ്രതിഫലം ഞങ്ങൾക്ക് വേണം നബിയേ, ഞങ്ങൾക്ക് വേണം നബിയേ എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പരാതി പറഞ്ഞു. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ആയിഷ സിദ്ദീഖ പരാതി പറഞ്ഞു, നബിയേ, ഞങ്ങൾക്കും ആ പ്രതിഫലം വേണം. വെറുതെ അടുക്കളയിലേക്ക് ഞങ്ങൾ വെറും ഭർത്താക്കന്മാർക്ക് ജോലി ചെയ്തുകൊണ്ട് ഖിദ്മത്ത് ചെയ്തുകൊണ്ട് കുടുംബം നോക്കി നടന്നാൽ ഞങ്ങളെ പരലോകം രക്ഷപ്പെടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല. പക്ഷേ ഇസ്ലാമിന്റെ ചുണക്കുട്ടികൾ ഒരുപാട് യുദ്ധങ്ങൾക്ക് വേണ്ടി പുറപ്പെട്ടുകൊണ്ട് ഒരുപാട് പാരത്രികമായ ലോകത്തിലേക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ വാരിക്കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കും അതുപോലെ പ്രതിഫലം വേണമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരാതി പറഞ്ഞു ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. എന്റെ സഹോദരിമാർക്ക് അതിനൊരു മറുപടിയായി നാളെ പരലോകം രക്ഷപ്പെടാൻ വേണ്ടി ബദറിൽ പങ്കെടുത്ത, ഉഹദിൽ പങ്കെടുത്ത, ഖന്തഖിൽ പങ്കെടുത്ത, തബൂക്കിൽ പങ്കെടുത്ത നൂറുകണക്കാന ശുഹദാക്കളുടെ കൂലി നിങ്ങൾക്ക് കരഗതമാകണമോ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന വാഴക്കാട് ഈ മജ്‌ലിസുൻ നൂറിന്റെ പരിപാടിയിൽ പങ്കെടുത്ത എന്റെ ഉമ്മമാർക്ക് വേണ്ടി ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 114 മുമ്പ് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുക്കുന്നു, ആയിഷ, നിനക്ക് ബദറിൽ പങ്കെടുത്തവരുടെ കൂലി വേണോ? ഉഹദിൽ പങ്കെടുത്തവരുടെ കൂലി വേണോ? ഖന്തഖിൽ പങ്കെടുത്തവരുടെ കൂലി നിനക്ക് വേണോ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന വാഴക്കാട് പരിസരത്ത് ഒരുമിച്ച് കൂടിയ പെങ്ങളെ, നിനക്ക് ബദറിൽ പങ്കെടുത്ത ശുഹദാക്കളുടെ കൂലി വേണോ? ബദരീങ്ങളുടെ കൂലി വേണോ? ഉഹദിൽ പങ്കെടുത്ത ശുഹദാക്കളുടെ കൂലി വേണോ? അതിന് അല്ലാഹുവിന്റെ റസൂൽ 14 സംവത്സരങ്ങൾക്ക് മുമ്പ് മദീനയുടെ മണവാട്ടിയാകും ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. എന്താണ് മറുപടി എന്ന് കേൾക്കണ്ടേ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരാൻ മനസ്സ് വെച്ചു, അതിന് അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ബദറിൽ പങ്കെടുത്തവരുടെ, ഉഹദിൽ പങ്കെടുത്തവരുടെ, ഖൈബറിൽ പങ്കെടുത്തവരുടെ സ്വഹാബാക്കളുടെ കൂലി കിട്ടാ അല്ലാഹുവിന്റെ റസൂൽ 114 മുമ്പ് ഒരു അമല് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാനിതാ എന്റെ ഉമ്മമാർക്ക് വേണ്ടി പറയാൻ പോവാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയുടെ കരങ്ങൾ പറഞ്ഞുകൊണ്ട് മദീനയുടെ പുതുമണവാളൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് പറയുന്നു, ആയിഷ, നീ അതിനൊരു കാര്യം ചെയ്യണം ആയിഷ. പ്രഭാതമായ പ്രദോഷമായ നീ മരണത്തെക്കുറിച്ച് അഗാധമായി ചിന്തിക്കണേ ആയിഷ. നീ നിന്റെ പ്രഭാതമായ നിന്റെ പ്രദോഷമായ നീ മരണത്തെക്കുറിച്ച് അഗാധമായി ചിന്തിച്ചുകൊണ്ട് ഒരുപാട് ചിന്തിച്ചുകൊണ്ട് നിന്റെ കണ്ണുകൾ നിന്ന് കണ്ണുനീർത്തുള്ളികൾ നിറഞ്ഞൊഴുകിയ ആ പകല് നീ മരണപ്പെട്ട, ആ രാത്രി നീ മരണപ്പെട്ട, വല്ലാഹി നീ ഷഹീദിന്റെ കൂലിയാണ് ആയിഷ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. പ്രഭാതത്തിലും പ്രദോഷത്തിലും മരണചിന്ത ഒരുപാട് അധികരിപ്പിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നാം ഏവർക്കും ഷഹീദിന്റെ കൂലി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.
ഷഹീദിന്റെ കൂലി കിട്ടാൽ പിന്നെ നാം പേടിക്കേണ്ടതില്ല. ദുനിയാവിൽ നാം പിന്നെ ജീവിച്ചതിനൊരു അർത്ഥമുണ്ടായി ഷഹീദിന്റെ കൂലി കിട്ടാൽ. അവർ വിചാരണയില്ലാതെ സ്വർഗത്തിലാണ്. അള്ളാഹു ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ളവരെ, അതാണ് പരിശുദ്ധമായ ഖുർആനും പറയുന്നത്. പ്രഭാതമായാലും പ്രദോഷമായാലും അള്ളാഹുവിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കണം, പ്രവാചകനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കണം, മരണചിന്ത ഒരുപാട് ഉണ്ടാവണം. നാം ആരാണ് മരിക്കാൻ ആഗ്രഹിക്കുക? ആരാണ് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുമെന്ന് ആഗ്രഹിക്കുക? ബഹുമാനമുള്ളവരെ, ഒരു മനുഷ്യന്റെ അടുക്കൽ 7 പ്രാവശ്യം അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവനെ വലയം വെച്ചുകൊണ്ട് അവൻ മരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുമെന്നാണ്. നമുക്കത് കേൾക്കാൻ കഴിയൂല, നമ്മൾക്കത് കാണാൻ കഴിയൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നല്ല മരണം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ, പ്രഭാതമായാലും പ്രദോഷമായാലും നീ ഒരുപാട് മരണത്തെ കുറിച്ച് ചിന്തിക്കണേ, അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കണേ ആയിഷ. അതാണ് പരിശുദ്ധമായ ഖുർആൻ പ്രഖ്യാപിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂ ബുക്റതൻ വഅസീല. പ്രഭാതമായ പ്രദോഷമായ വൈകുന്നേരമായാലും കാലത്തായാലും ഉച്ചനേരമായാലും അല്ലാഹുവിനെ മറക്കുന്നൊരു സമയമുണ്ടാകല്ലേ പെങ്ങളെ. ഇശാ മഗ്‌രിബിന്റെ ഇടയിലെ പകൽമാന്യന്മാരെ പോലെ നടന്നിട്ട് പർവ്വത പെണ്ണല്ലേ, തലമറയ്ക്കുന്ന പെണ്ണല്ലേ. ഇശാ മഗ്‌രിബിന്റെ ഇടയിലെ പാശ്ചാത്യന്റെ ചീഞ്ഞളിഞ്ഞ സംസ്കാരം കടമെടുത്തുകൊണ്ട് എന്റെ മുസ്ലിം സമുദായത്തിലെ ഉമ്മമാരെ സ്ത്രീകളെന്ന് സീരിയലിന് മുന്നിൽ അടയിരിക്കുന്നത് വേണ്ട, ഷഹീദിന്റെ കൂലി വേണമെങ്കിൽ ഒഴിവാക്കിക്കൂ. ഈ മജ്‌ലിസിനോട് സംഘടിപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു ബലമുണ്ടാകണം. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞത്, ആയിഷ, നിനക്ക് ബദറിൽ പങ്കെടുത്ത സ്വഹാബത്തിന്റെ കൂലി വേണു, ഉഹദിൽ പങ്കെടുത്ത സ്വഹാബത്തിന്റെ കൂലി വേണു എങ്കിൽ നീ ചെയ്യേണ്ടത് പ്രഭാതമായാലും പ്രദോഷമായാലും അല്ലാഹുവിനെ നീ മറക്കല്ലേ, പ്രവാചകനെ മറക്കല്ലേ, അല്ലാഹുവിന്റെ ദീനിനെ മറക്കുന്നൊരവസ്ഥ നീ ഉണ്ടാക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു വിഭാഗത്തിൽ അല്ലാഹു ഉൾപ്പെടാൻ നമുക്ക് ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഒരു വിഭാഗം ഉൾപ്പെടണം. ബഹുമാനമുള്ളവരെ, അല്ലാഹുവിനെ മറക്കുന്നൊരു ജീവിതം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. പ്രഭാതമായാലും പ്രദോഷമായാലും അല്ലാഹുവിനെ ഓർക്കണം, അല്ലാഹുവിന്റെ റസൂലിനെ ഓർക്കണം. അല്ലാഹു അതിന് ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീബി സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞതാണ്, മരണചിന്ത അധികരിപ്പിച്ച ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അവധി എത്തിയാൽ ഒരു മനുഷ്യനും അല്ലാഹ് ഇളവ് നൽകൂല. നാമയ്ക്ക് മരിക്കും. ബഹുമാനമുള്ളവരെ, മരിക്കൂല ആർക്കെങ്കിലും ഉറപ്പുണ്ടാവും? ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് ഞാൻ മരിക്കൂല ഉസ്താദേ, എനിക്ക് ഞാൻ വിചാരിക്കുന്നത് പോലെ ഞാൻ ജീവിക്കും, ഞാൻ ഇത്ര വയസ്സ് വരെ എത്തിക്കുമെന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? എന്താ നിങ്ങൾ മിണ്ടാത്തെ? പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്ന് അവർക്ക് സ്റ്റേജിലേക്ക് കടന്നു വരാം. അവർ സാധാരണക്കാരല്ല, അവർ ഔലിയാക്കന്മാരാണ്. ഔലിയാക്കന്മാർ മരിച്ചിട്ടില്ലേ? ഔലിയാക്കന്മാർ മരിച്ചിട്ടില്ലേ? ഒരുപാട് അമ്പിയാക്കൾ, അതിലേറെ ഔലിയാക്കൾ, അവരെല്ലാം മൗത്തായില്ലേ, ആഴം കബറിലല്ലേ. ഒരുപാട് അമ്പിയാക്കന്മാര് വന്നുപോയ, ഒരുപാട് ഔലിയാക്കന്മാര് വന്നുപോയ, ഒരുപാട് സ്വാലിഹീങ്ങൾ വന്നുപോയ ഈ ദുനിയാവാണ്. ഈ ദുനിയാവിൽ ആരും കാത്തു നിൽക്കൂല, ആർക്ക് വേണ്ടിയും ദുനിയാവ് കാത്തു നിൽക്കൂല. അങ്ങനെ കാത്തു നിൽക്കുമായിരുന്നെങ്കിൽ മദീനയുടെ മണവാളന് വേണ്ടി ദുനിയാവ് കാത്തു നിൽക്കുമായിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ റസൂലും ഈ ദുനിയാവ് വിട്ടുപോയില്ലേ. നമുക്കൊരുപാട് സമ്മാനങ്ങൾ നൽകിയിട്ട് പരലോകം രക്ഷപ്പെടാ, ഖബർ ജീവിതം രക്ഷപ്പെടാ, സ്വർഗത്തിലേക്ക് പാത്രീവ വയ്ക്കാ, നരകത്തിന്റെ നാരകീയമായ ഭയാനകതകൾ രക്ഷപ്പെടാ. അല്ലാഹുവിന്റെ റസൂൽ ഒരുപാട് സമ്മാനങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് വിട പറഞ്ഞത്. അതുകൊണ്ട് ദുനിയാവ് ആർക്ക് വേണ്ടിയും ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കൂല. ഖബർ ജീവിതം ഒരുപാട് അത്ഭുതങ്ങളുടെ ജീവിതമാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കാണുമ്പോൾ ഒരുപാട് പൊട്ടിക്കരയുമായിരുന്നു.
അരഞ്ഞ് കരഞ്ഞ് കണ്ണീരിങ്ങനെ വന്നുകൊണ്ട് ആ കബൽത്തടത്തിലെ അടയാളങ്ങൾ വീടുമാറ് ഒരുപാട് പൊട്ടിക്കരഞ്ഞു എന്ന ചരിത്രം പഠിപ്പിക്കുന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞ് കരഞ്ഞ് കബൽത്തടത്തിൽ പാടുവരുമാറ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകൻ കരയുമായിരുന്നു എന്ന ചരിത്രം. കാരണം എന്താ? അവർക്ക് എപ്പോഴും വേണോ മരിക്കാം, അവർക്ക് എപ്പോഴും വേണോ മരിക്കാം, അവർക്ക് മരണം എന്നുള്ളത് ഒരു പേടിയില്ല. പക്ഷെ നമുക്കങ്ങനെയല്ല. ഉദാഹരണത്തിന് നമുക്കൊരു ദേഹം തളർച്ച വന്നു, പള്ളിയിലേക്ക് പോകുമ്പോ അല്ലെങ്കിൽ ജംഗ്ഷനിലേക്ക് പോകുമ്പോ നാം ഒന്ന് ദേഹം തളർന്ന് വീണു. അടുത്ത് നിന്നവരെല്ലാവരും എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഇനി ഇയാൾ ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് ഒരു ഡോക്ടർ വിധി എഴുതിയാൽ പിന്നെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ബഹുമാനമുള്ളവരുടെ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? എന്തെല്ലാം ചെയ്തു കൂട്ടാനും വീണ്ടും വീണ്ടും ജീവിക്കണമെന്നുള്ള അതിയായ ഒരു അതിപ്രസരം നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ കാർന്നു തിന്നും. അതുവരെ പടച്ചവനെ വിളിക്കാത്ത, അതുവരെ പടച്ചവന്റെ മാർഗത്തിൽ ഒന്നും ചെലവഴിക്കാത്ത, അല്ലാഹുവിന്റെ ദീനിനെ പുറംകാല് കൊണ്ട് ദൂരേക്ക് വലിച്ചെറിഞ്ഞ അവൻ അന്ന് അറിയാതെ പടച്ച തമ്പുരാനെ വിളിച്ചു പോകും. അല്ലാഹ്, നീ എനിക്ക് കുറച്ചു നാള് കൂടി ആയുസ് തന്നാൽ ഞാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ജീവിക്കാമെന്ന് അറിയാതെ ആഗ്രഹിച്ചു പോകും. അല്ലാഹു നാം ഏവരെയും പൊടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മരണത്തെ ആഗ്രഹിക്കണം, മരണത്തെ ആഗ്രഹിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ നേരത്ത് മദീന പൊട്ടിക്കരഞ്ഞു പോയ സന്ദർഭമാണ്. ആകാശത്തിലെ പറവകള്, ഭൂമിയിലെ സർവ്വചരാചരങ്ങളും പൊട്ടിക്കരഞ്ഞു പോയ സന്ദർഭമാണ്. ആകാശം അത്ഭുതപ്പെട്ടു പോയ, ഭൂമി അത്ഭുതപ്പെട്ടു പോയി, എല്ലാവരും കണ്ണുനീരിലാഴ്ത്തിയ സംഭവമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് അടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് സഹാബത്തെല്ലാവരും ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ, അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതം വല്ലാത്ത അത്ഭുതമാണ്, അത്ഭുതമാണ്. ബഹുമാനമുള്ളവരെ, ഫാത്തിമ ബീവിയുടെ ജീവിതം പഠിച്ച, ഫാത്തിമ ബീവിയുടെ ജീവിതത്തിലേക്കും ഇറങ്ങിത്തിരിച്ച അറിയാതെ കണ്ണുകൾ നിറഞ്ഞു പോകും. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ, ഫാത്തിമ ബീവി പോകുന്ന സ്വർഗത്തിലല്ലേ എന്റെ സഹോദരിമാര് പോകേണ്ടത്? ആയിഷ പോകുന്ന സ്വർഗത്തിലല്ലേ? മഹദിയായ നഫീസത്തുൽ മിസ്രിയ പോകുന്ന സ്വർഗത്തിലല്ലേ? റാബിഅത്തുൽ അദബിയ പോകുന്ന സ്വർഗത്തിലല്ലേ എന്റെ ഉമ്മമാര് പോകേണ്ടത്? നമസ്കാരമില്ലാതെ പടച്ച തമ്പുരാനെ ഓർക്കാതെ ഇൽമിന്റെ മജ്ലിസുകളിൽ മാത്രം വന്നിരുന്നുകൊണ്ട്, തലമറച്ചുകൊണ്ട്, പർദ്ദയിട്ടുകൊണ്ട്, വിജ്ഞാനത്തിന്റെ സദസ്സുകളിൽ മാത്രം വന്നിരുന്നുകൊണ്ട് നീ നിന്റെ ഈമാന് പൂർത്തിയാവൂല. പടച്ചവനെ ഓർത്ത് പൊട്ടിക്കരഞ്ഞു, മരണത്തെ കുറിച്ച് ഓർത്ത് പൊട്ടിക്കരഞ്ഞു, റസൂലുള്ളാഹിന്റെ പാത പിൻപറ്റിക്കൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ ചാരത്തേക്ക് വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചെവിയിലേക്ക് ഒരു രഹസ്യം പറഞ്ഞു കൊടുത്തു. അത്രേ അല്ലാഹുവിന്റെ റസൂൽ രഹസ്യം പറഞ്ഞു. ആ രഹസ്യം കേട്ടപ്പോൾ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ ആദ്യം ഒന്ന് പുഞ്ചിരിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചു എന്ന ചരിത്രം. ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ പുഞ്ചിരിച്ചു. രണ്ടാമത് രഹസ്യം പറഞ്ഞു. അപ്പോൾ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ കരഞ്ഞു. ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ കരയാൻ, ചിരിക്കാൻ കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഏ ആയിഷ, ഏ ഫാത്തിമ, എന്റെ കുടുംബത്തിൽ നിന്ന് എന്റെ മരണത്തിന് ശേഷം ആദ്യം മരിക്കുക നീയാണ് ഫാത്തിമ എന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞപ്പോൾ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ വല്ലാത്ത സന്തോഷമായി. ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹയെ ആഗ്രഹിക്കാൻ അർഹതയുണ്ട്. കാരണം ജീവിതത്തിൽ ഒറ്റ കറാഹത്ത് പോലും ചെയ്തിട്ടില്ല ബഹുമാനപ്പെട്ട ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് പഠിപ്പിച്ചു തന്ന ആ ഖബർ ജീവിതമാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ആഴത്തിലേക്ക് ഇറങ്ങി ചർച്ച ചെയ്യാൻ നമുക്ക് സമയമില്ല. ബഹുമാന്യരായ ഉസ്താദ് കടന്നു വരാൻ ഏകദേശം സമയമായി കൊണ്ടിരിക്കുകയാണ്. എന്റെ ശബ്ദം ശ്രവിക്കാൻ ഓടിയെത്തിയ സഹോദരങ്ങളോട് ആ ഖബറിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് മദീനയുടെ മണവാള ഖബർ ജീവിത രക്ഷപ്പെടാൻ, ഖബറിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നാളെ സ്വർഗ്ഗത്തിൽ കടന്നു പോകാൻ
ഒന്ന് രണ്ട് മാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒന്ന് രണ്ട് മാർഗങ്ങൾ പറഞ്ഞു തന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് മരിക്കുമെന്ന് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വല്ലാത്ത സന്തോഷമായെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ തീരുമാനമെടുത്തു. അല്ലാഹുവേ, ഇന്ന് മുതൽ ഞാൻ ഇന്നലെ വരെ എന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റ് ചെയ്തു. അല്ലാഹ്, കണ്ണുകൊണ്ട് ചെയ്തത് ഹറാമാണ്, കാതുകൊണ്ട് കേട്ടത് ഹറാമാണ്, കൈകൾ കൊണ്ട് ചെയ്തത് ഹറാമാ, കാലുകൊണ്ട് നടന്ന് നീങ്ങിയത് ഹറാമാ. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ മാറ്റം വരണേ അല്ലാഹ്. ഈ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ കണ്ണി ഉസ്താദിന്റെ സദസ്സിലിരുന്നു കൊണ്ട് തീരുമാനമെടുത്തു. മഹാന്റെ പോരിസ് ഇറങ്ങുന്ന വാനലോകത്ത് നിന്ന് 10,000 മാലാഖമാരിറങ്ങുന്ന സദസ്സാണ്. അതുകൊണ്ട് തീരുമാനമെടുത്തു, ഈ ഒരു പ്രഭാഷണം നിങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടുന്ന പ്രഭാഷണമാകട്ടെ. ഒരുപാട് വലിയ അർത്ഥവത്തായ പ്രഭാഷകനാണെന്നുള്ള വാദമൊന്നും എനിക്കുമില്ല. എന്നിരിക്കുന്ന ഒരുപാട് ആലിമീങ്ങൾ എന്റെ മുന്നിൽ ഇരിപ്പുണ്ട്. എന്നെക്കാൾ അറിവുള്ള, എന്നെക്കാൾ അമലുള്ള, എന്നെക്കാൾ അതവുള്ള ഒരുപാട് ആലിമീങ്ങൾ, കഴമ്പുള്ള കാമ്പുള്ള ആലിമീങ്ങൾ, അറിവുള്ളവരുണ്ട്. അവരുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാൻ എനിക്ക് യാതൊരു അർഹതയുമില്ല. പക്ഷേ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തന്ന ഈ ശബ്ദത്തിന്റെ പേരില് അല്ലാഹുവേ, ഇങ്ങനെ വിജ്ഞാനം ആഗ്രഹിച്ചു വരുന്ന 10,000 ആളുകൾക്ക് മുന്നില് അറിയാവുന്ന കാര്യം പറഞ്ഞു കൊടുക്കലാണ് എന്റെ ലക്ഷ്യം. ഞാൻ വല്ല പ്രഭാഷകനാണെന്നുള്ള വാദമൊന്നും എനിക്കില്ല. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്നവരോട് ഞാൻ പറയാ, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുത്ത, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുത്ത, സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്ത ഖബറിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഖബറിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്, ആ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരിക. 1, 2, 3 മണിക്കൂറുകൾ ഞാൻ നിങ്ങൾ ഇരുത്തി ബുദ്ധിമുട്ടിക്കൂല. അല്ലാഹു അതിന് ഭാഗ്യം തന്നെ അനുഗ്രഹിക്കട്ടെ. ഉസ്താദന്മാരിരുത്തി ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ബഹുമാനമുള്ളവരെ, ഖബർ എന്ന് പറയുന്നത് വല്ലാത്തൊരു അത്ഭുത പ്രതിഭാസമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു സംശയം ചോദിച്ചു. ഞാൻ ചുരുങ്ങി പറയാണ് വിഷയം. 2 ദിവസം മുമ്പ് ആലുവയിൽ ഈ വിഷയം ഞാൻ ചർച്ച ചെയ്തപ്പോൾ 2 ദിവസമാണ് ചർച്ച ചെയ്തത്, എന്നിട്ടും തീർന്നിട്ടില്ല. ഞാൻ ചുരുക്കി പറയാം, ചുരുങ്ങിയ മണിക്കൂറുകളാണ് നമുക്ക് മുന്നിലുള്ളത്. ബഹുമാനമുള്ളവരെ, അതുകൊണ്ട് ഞാൻ പ്രധാനപ്പെട്ട വിഷയത്തിന്റെ കാമ്പുകൾ മാത്രം ചർച്ച ചെയ്തു പോവുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ ഹദ്റത്തിലേക്ക് സംശയം ചോദിക്കുന്നു, നബിയെ, ചില നേരങ്ങളിൽ ദുആ ഇരക്കുമ്പോൾ ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന സമയങ്ങളുണ്ട്, ഇല്ലേ? നാം ചില സദസ്സുകൾ പോയി ദുആ ഇരക്കുമ്പോൾ, അതല്ലെങ്കിൽ ചില സദസ്സുകൾ നാം അല്ലെങ്കിൽ വ്യക്തിപരമായി ദുആ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്ത ഉന്മേഷമാണ്. തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം, തസ്ബീഹ് നമസ്കാരത്തിന് ശേഷം, പടച്ചവന്റെ മാർഗത്തിൽ എന്തെങ്കിലും ചിലവഴിച്ചതിന് ശേഷം അല്ലാഹുവിനോടൊക്കെ ദുആ ഇരക്കുമ്പോൾ ചില നേരങ്ങൾ നാം ദുആ ചെയ്യുമ്പോൾ മനസ്സിന് വല്ലാത്ത ഈമാനികമായ ഒരു ആവേശമാണ്. ദുആ ചെയ്യുമ്പോൾ വല്ലാത്തൊരു കുളിർമയാണ്, ഈമാന്റെ ഒരു ആവേശം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും. അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് ദുആ ചെയ്യുമ്പോൾ ഇജാബത്ത് കിട്ടും എന്ന് ഉറപ്പുള്ള ഒരു സമയം വന്നാൽ ഞാൻ എന്താണ് ചോദിക്കേണ്ടത്? നാം എന്താണ് ചോദിക്കേണ്ടത്? ഞാൻ എന്താണ് അല്ലാഹുവിനോട് ചോദിക്കേണ്ടത് എന്ന് ആദരവാകിയ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംശയം ചോദിക്കുകയാണ്. നാം ആണെങ്കിൽ എന്തൊക്കെ ചോദിക്കും? നമുക്ക് ദുആക്ക് ഇജാബത്ത് കിട്ടും എന്നൊരു ഉറപ്പ് വന്നാൽ നാം എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കും? ആദ്യം എന്താ ചോദിക്കുക? എന്താണ് ചോദിക്കുക? എന്ത് ചോദിക്കും? എന്ത് ചോദിക്കും? മോദി മാമയെ മാറ്റാൻ പറയില്ലേ? പറയൂലേ? നിങ്ങളെന്തെങ്കിലും മിണ്ടായിരിക്കണം, മയ്യത്തുകളിരിക്കും പോലെ. മോദി മാമയെ മാറ്റണ്ടേ? പള്ളിയിലെ മോദി മാമ അല്ല, ഡൽഹിയിലിരിക്കുന്ന മോദി മാമ ഇല്ലേ? നരേന്ദ്രമോദി മാമ. മോദി മാമയെ മാറ്റാൻ വേണ്ടി ചോദിക്കൂല നമ്മള്. 500-ന്റെ 1000-ന്റെ നോട്ട് നിമിഷ നേരം കൊണ്ടല്ലേ മാറ്റിയത്, അല്ലേ?
ഇനി സുപ്രഭാതത്തിൽ മോദിമാമ രാത്രി 12 മണിക്ക് എഴുന്നേറ്റ് എന്ന് പറയും 2000-ന് മുമ്പ് വിവാഹം കഴിഞ്ഞ എല്ലാവരും പെണ്ണുമ്പുള്ള വീട്ടിൽ കൊണ്ട് തിരിച്ചേൽപ്പിച്ച് പുതിയതിനെ മാറ്റിയെടുക്കാൻ പറയും. രക്ഷപ്പെട്ടില്ല. എന്തോ ഒരു ചിരി താത്താമാര്, രക്ഷപ്പെട്ടു ഉസ്താദ്, അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. അതിനുവേണ്ടി താത്താമാര് ദ്വാരക്കും അല്ലേ? ഒരു 12 മണിക്ക് എല്ലാം സംഭവിക്കുന്നത്. അള്ളാഹു അധികാരികൾക്ക് ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാർ. നാം എന്താ ചോദിക്കുക? ദുനിയാവിന്റെ കാര്യങ്ങൾ മാത്രമാണ് ഞാനും നിങ്ങളും ചോദിക്കുക. തുറന്നു പറയണല്ലോ, ഞാനും നിങ്ങളും ചോദിക്കുക ദുനിയാവിന്റെ കാര്യം മാത്രമാണ്. പക്ഷേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, അബ്ബാസേ, നിനക്ക് അങ്ങനെ ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്ന് ഉറപ്പുണ്ടായ, നിന്റെ പ്രാർത്ഥനയ്ക്ക് പടച്ച തമ്പുരാൻ ഉത്തരം തരുമെന്ന് നിനക്ക് ഉറപ്പുണ്ടായ, നീ ഒരു കാര്യമാ ചോദിക്കേണ്ടത്. എന്താണെന്നറിയോ? ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, നബിയേ, എന്ത് കാര്യമാണ് ചോദിക്കേണ്ടത് എന്നോട് പറയണം നബിയേ. അത് മാത്രമാണ് ഞാൻ പിന്നെ ചോദിക്കുക. അല്ലാഹുവിന്റെ റസൂൽ നിസ്സാരമായൊന്നും പറയാറില്ല. അല്ലാഹുവിന്റെ റസൂൽ ഇബ്നു അബ്ബാസ് തങ്ങളോട് പറയുന്നു, യാ ഇബ്നു അബ്ബാസ്, അല്ലയോ ഇബ്നു അബ്ബാസ് തങ്ങളെ, പടച്ച തമ്പുരാൻ ദുആക്ക് ഇജാബത്ത് തരുമെന്ന സമയം കണ്ട നീ ചോദിക്കേണ്ട കാര്യം എന്തെന്നറിയോ? ദുനിയാവിനെ കുറിച്ചല്ല, പണമുണ്ടാകണമെന്നല്ല, പവറുണ്ടാകണമെന്നല്ല, അധികാരം കിട്ടണമെന്നല്ല, മക്കൾക്ക് സർക്കാർ ഉദ്യോഗം കിട്ടണമെന്നല്ല, പിന്നെയോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്ന, അബ്ബാസേ, നീ നിന്റെ ആരോഗ്യം നിലനിൽക്കാൻ വേണ്ടി ദുആയിരക്കണം. അബ്ബാസേ, നിന്റെ ആരോഗ്യത്തിന് കോട്ടം വരാതിരിക്കാ, നിന്റെ ആരോഗ്യം നിലനിൽക്കാ, നീ ദുആയിരക്കണം അബ്ബാ എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ മുന്നിൽ ശബ്ദം ശ്രവിക്കുന്ന, അഴകാല ശോഭിക്കുന്ന ഒരുപാട് കാരണവന്മാരുണ്ട്, ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. അവർക്കറിയാം ആരോഗ്യത്തിന്റെ ബുദ്ധിമുട്ട് എന്താണ് അല്ലേ? കൈവേദനയുള്ളവരുണ്ട്, കാലുവേദനയുള്ളവരുണ്ട്, നടുവേദനയുള്ളവരുണ്ട്, സന്ധികൾ വേദനയുള്ളവരുണ്ട്. അത്രയേറെ വേദന അനുഭവിച്ചിട്ടും അവർ ഈ സദസ്സിലേക്ക് കടന്നു വന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മദഹ് പറയുന്ന ഒരു സദസ്സായത് കൊണ്ടാണ്. അല്ലാഹുവേ തമ്പുരാനെ, ഈ ഇരിക്കുന്നവരിൽ ആരെല്ലാം രോഗികളായിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും രോഗങ്ങളെ ഈ കിടന്നുറങ്ങുന്ന മഹാനുഭാവന്റെ അഖജാബറത്തിൽ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പോലീസ് കൊണ്ട് എല്ലാം നീ ശിഫയാക്കണേ അല്ലാഹ്. എപ്പോഴും ദുആ ഇറക്കണം. ബഹുമാനമുള്ള ഒരു ആരോഗ്യം ഭയങ്കര ഒരു പ്രശ്നമാണ്. ആരോഗ്യം ഒരു പ്രശ്നം. ആരോഗ്യം എന്ത് ചെയ്യും? ഒരു മകൻ അങ്ങോട്ട് തട്ടും, ഒരു മകൻ ഇങ്ങോട്ട് തട്ടും, മകളെ കൈകൊട്ടിച്ചിരിക്കും അല്ലേ? എത്രയോ മാതാപിതാക്കൾ സ്വന്തം മക്കളുടെ ചെയ്തികൾ കാരണം, അക്രമങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്നുണ്ട്. എത്രയോ വൃദ്ധസദനങ്ങളിൽ പോയി നോക്കിയാൽ നമുക്കറിയാം, ഉമ്മമാര് ഉപ്പമാര് വീടിന്റെ അകത്തളങ്ങളിൽ വല്ലാത്ത കണ്ണീരിലാണ്. കാരണം മക്കളെ വളർത്തി വലുതാക്കി ഒരു നിലയിലെത്തിച്ചാൽ അവരുടെ സ്റ്റാറ്റസിന്, അവരുടെ പവറിന് അവരുടെ ഉമ്മ മതിയാകാതെ വരും. അല്ലാഹ് തന്ന ആഫിയത്ത് നിലനിൽക്കാൻ വേണ്ടി ദുആയിരക്കണം. അല്ലാഹു നമ്മുടെ മക്കളെല്ലാം സാലിഹീങ്ങളാക്കട്ടെ. ബഹുമാനമുള്ളവരെ, എപ്പോഴാണ് നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾക്ക് കോട്ടം വരിക എന്ന് പറയാൻ കഴിയൂല അല്ലേ? ഇന്നലെ കാണുന്നവർ ഇന്ന് കാണുന്നുണ്ടോ? കാണുന്നില്ല. അതുകൊണ്ട് എപ്പോഴും ദുആയിരക്കണം. അല്ലാഹുവേ, മരിക്കുന്ന സമയം എപ്പോഴാണ്? അത് നിന്റെ വലിയ ഖലാണ് അല്ലാഹ്, വലിയ നിന്റെ ഖലാണ്. അതുകൊണ്ട് മരിക്കുന്നത് വരെ നിന്ന് നമസ്കരിക്കാനുള്ള ആഫിയത്ത് തരണേ അല്ലാഹ്. നിന്ന് നമസ്കരിക്കാനുള്ള ആഫിയത്ത് തരണേ അല്ലാഹ്. അല്ലാഹ് തന്ന ആരോഗ്യമുണ്ടല്ലോ, അത് എപ്പോൾ വേണമെങ്കിലും പടച്ച തമ്പുരാനെ തിരിച്ചെടുക്കാം. നമ്മുടെ കൺമുന്നിലൂടെ എത്രയോ മാരക രോഗമുള്ളവരാ നടന്നു പോകുന്നത്. അവരെ കാണുമ്പോൾ നമുക്കൊന്നും തോന്നാറില്ല, നമുക്കൊരു വേദന തോന്നാറില്ല. എന്റെ ബഹുമാനമുള്ളവരെ, ഈ അടുത്തിടെ വിനീതം പ്രഭാഷണത്തിന് പോയ മൂവാറ്റുപുഴയിലെ കോതമംഗലം എന്ന് പറയുന്ന പ്രദേശത്ത് ഈ വിനീതം പ്രഭാഷണത്തിന് പോയി. പ്രഭാഷണത്തിന് വേണ്ടി സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കുന്ന വീട്ടിലേക്ക് ഞാൻ പോയി. അങ്ങനെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്ന വീട്ടിൽ ഞാൻ അങ്ങനെ ഇരുന്നപ്പോ ഒരു പൊന്നുമകനെയും കൂട്ടി ഒരു പിതാവ് കടന്നു വരികയാണ്. ഒരു 28 വയസ്സ് പ്രായമായ ഒരു പൊന്നുമോന. ആ പൊന്നുമോന് വല്ലാത്ത സൗന്ദര്യമാണ്, ആരോഗ്യമുള്ള ആഫിയത്തുള്ള ആ ഒരു സഹോദരനെയും കൂട്ടി വയസ്സായ വാർദ്ധക്യ സഹജമായ ആ ഒരു ഉപ്പ കടന്നു വരികയാണ്. ആ പൊന്നുമോന് കണ്ണിന് കാഴ്ചയില്ല. വൃദ്ധനായ പിതാവാണ് കൈ പിടിച്ചു കൊണ്ടുവരുന്നത്. ആ വീടിനകത്തേക്ക് കൊണ്ടുവന്നിരുത്തുകയാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഈ പൊന്നുമോന് വേണ്ടി ദുആയിരക്കണം, ഈ പൊന്നുമോന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി ദുആയിരക്കണം. ഞാൻ ചോദിച്ചു, എന്താ പറ്റിയത്? ജന്മനാ ഉള്ള
കുഴപ്പമാണോ അതല്ല ഈ അടുത്തെങ്ങാനും സംഭവിച്ചതാണോ എന്ന് പറഞ്ഞപ്പോ ഈ ഒരു ചോദ്യം കേട്ടപ്പോ ആ സഹോദരൻ പൊട്ടിക്കരയാണ്. വല്ലാതെ തേങ്ങടിച്ചുകൊണ്ട് 28 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന യുവാക്കളെ, നിങ്ങളെ പോലെ ആരോഗ്യമുള്ള, നിങ്ങളെ പോലെ സൗന്ദര്യമുള്ള, നിങ്ങളെ പോലെ ചെറുതുരുപ്പോടെ നടന്നിരുന്ന ചെറുപ്പക്കാരനാണ്. ആ സഹോദരൻ ഒരു കൊച്ചുകുട്ടിയെ പോലെ വന്ന് വല്ലാതെ തേങ്ങലടിച്ച് കരയാണ്. എന്നിട്ട് ആ സഹോദരന്റെ ചരിത്രം എന്നോട് പറയും, ഉസ്താദേ ഞാൻ വിദേശത്താണ്, സൗദി അറേബ്യയിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോ ഞാൻ നാട്ടിലേക്ക് ലീവിന് വന്ന് എന്റെ വിവാഹം കഴിഞ്ഞു. ദീനീ ചുറ്റുവട്ടത്തിലായ വളർന്നൊരു പെൺകുടി എനിക്ക് മാതാപിതാക്കൾ തെരഞ്ഞുപിടിച്ചു തന്നു. ആ പെണ്ണ് സഖിയെ കൂട്ടി ഞാൻ വിവാഹത്തിന്റെ ദാമ്പത്തിക ജീവിതത്തിലേക്ക് കടന്നുപോയി. അങ്ങനെ 6-ാം മാസം എന്റെ വിസയുടെ കാലാവധി കഴിഞ്ഞ് ഞാൻ വിദേശത്തേക്ക് കടന്നു പോവുകയാണ്. ഞാൻ അങ്ങനെ കടന്നു പോകുമ്പോ എന്റെ ഭാര്യ ഗർഭവതിയാണ്. മനസ്സോടെ ഞാൻ വിദേശത്തേക്ക് കടന്നുപോയി. ഉസ്താദേ, ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടാ പറയുന്നത്, വർത്തമാന വെളിയിലേക്ക് വരുന്നില്ല. മനസ്സോടെ ഞാൻ എന്റെ സഹധർമ്മിണിയെ കെട്ടിപ്പിടിച്ച് ചുടുചുംബനം നൽകിക്കൊണ്ട് യാത്ര പറഞ്ഞുകൊണ്ട് ഞാൻ വിദേശത്ത് പോയി. ഉസ്താദ്, ഞാൻ വിദേശത്ത് പോയി 1 വർഷം അങ്ങോട്ട് 10 മാസമായി. 9 മാസം കഴിഞ്ഞപ്പോ നാട്ടിൽ നിന്ന് ഫോൺ വന്നു. എന്റെ സഹോദരി വിളിച്ചു പറയുന്നു, ഇക്കയുടെ ഭാര്യ പ്രസവിച്ചിരിക്കുകയാണ്. ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടിയാ ജന്മം കൊടുത്തിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. വല്ലാത്ത സന്തോഷമായി. എന്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് ഞാൻ വല്ലാത്ത മധുര പലഹാരങ്ങൾ വാങ്ങിക്കൊടുത്തു. എല്ലാവർക്കും വല്ലാത്ത സന്തോഷമായി. സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ ലഹരിയില് പടച്ചവനെ സ്തുതിക്കാൻ ഞാൻ മറന്നില്ല. പടച്ചവന് വേണ്ടി ഒരുപാട് ഹംദുകൾ മുഴക്കി. അങ്ങനെ ഞാൻ എന്റെ കഫീലിനോട് പോയി വിവരം പറഞ്ഞു. അങ്ങനെ നാട്ടിലേക്ക് പോകാ, യാത്ര തിരിക്കാ, എന്റെ പൊന്നുമോളെ ഒന്ന് കാണാ, മരണതുല്യമായ വേദന സഹിച്ച എന്റെ ഭാര്യയൊന്ന് കാണാ. വല്ലാത്ത ആഗ്രഹത്തോടു കൂടി ഞാൻ എന്റെ കഫീലിനോട് പോയി സംസാരിച്ചപ്പോ നാട്ടിലേക്ക് പോകാൻ 1 മാസം ലീവ് എനിക്ക് അനുവദിച്ചിരിക്കുകയാണ്. വല്ലാത്ത സന്തോഷമായി, വല്ലാത്ത ആനന്ദമായി. എല്ലാവരോടും യാത്ര പറയാ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന വാഴക്കാട് ഒരുമിച്ച് കൂടിയ ഉമ്മമാരെ, എന്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ കുടുംബത്തിൽ പലരും വിദേശത്താണല്ലോ. പ്രവാസികളെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്റെ ബഹുമാനമുള്ളവരെ, ആ ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയും, ഉസ്താദേ ഞാനങ്ങനെ യാത്ര പറയാൻ ഒരാഴ്ച ബാക്കി നിൽക്കെ, നാട്ടിലേക്ക് കയറി വരാൻ ഒരാഴ്ച ബാക്കി നിൽക്കെ, അവസാനത്തെ ദിവസം കമ്പനിയിലേക്ക് ജോലിക്ക് പോവാ, അവസാനത്തെ ദിവസം ജോലിക്ക് പോവാ, നാട്ടിലേക്ക് വരാൻ ഒരാഴ്ച മാത്രമാണ് അവശേഷിക്കുക. അങ്ങനെ നാട്ടിലേക്ക് വരാൻ ഒരാഴ്ച അവശേഷിക്കെ ഞാൻ അവസാനത്തെ ദിവസം കമ്പനിയിലേക്ക് ജോലിക്ക് പോവാണ്. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ദുഹർ നമസ്കാരത്തിന് വേണ്ടി ഞാൻ പള്ളിയിൽ പോയി എല്ലാ നമസ്കാരവും കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഞാൻ എന്റെ ജോലി സ്ഥലത്തേക്ക് തിരിച്ചു വരാണ്. അങ്ങനെ ജോലിയിൽ ഞാൻ വീണ്ടും വ്യാപൃതനായപ്പോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കൂട്ടുകാരൻ, ആ കൂട്ടുകാരന്റെ കൈപ്പിഴവ് മൂലം മുകളിൽ നിന്നൊരു ആസിഡ് എന്റെ കണ്ണിലേക്ക് വീണു. ഉസ്താദ് പൊട്ടിക്കരഞ്ഞുകൊണ്ടാ സഹോദരൻ പറയുന്നത്, അന്ന് വരെ കണ്ടുകൊണ്ടിരുന്ന, അന്ന് വരെ ദുനിയാവിന്റെ ഒരുപാട് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കണ്ടുകൊണ്ടിരുന്ന, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിക്കൊണ്ടിരുന്ന, ഒരുപാട് സാധുക്കളെ സഹായിച്ചു കൊണ്ടിരുന്ന ആ ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, അതോടെ എന്റെ കണ്ണിന്റെ കാഴ്ച പോയി ഉസ്താദേ. നാട്ടുകാരുടെ കൂട്ടുകാരുടെ സഹായത്തോടെ ഞാൻ എന്റെ നാട്ടിലേക്ക് കടന്നു വരാ. നാട്ടിലേക്ക് കടന്നു വന്നെന്റെ വീട്ടിലേക്ക് ഞാൻ കടന്നു ചെന്നു. ഞാൻ എന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ വണ്ടിയിൽ നിന്നിറക്കാൻ എന്റെ ഉമ്മയാണ് ഓടി വന്നത്. ഉമ്മ എന്നെ കണ്ടുടനെ കെട്ടിപ്പിടിച്ചു ചുടുചുംബനങ്ങൾ തന്നു. എനിക്ക് ഉമ്മ കരയുന്നത് കാണാൻ പറ്റൂല, ശബ്ദം മാത്രമാണ് എനിക്ക് കേൾക്കാൻ പറ്റൂ. എന്റെ കണ്ണീരാകെ ഇരുട്ടാണെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാ ചെറുപ്പക്കാരൻ പറയുന്നത്. പഠിക്കടേ ചെറുപ്പക്കാരാ, പകർത്തണേ ചെറുപ്പക്കാരാ. ആ സഹോദരൻ പറയുന്നു, ഉസ്താദേ ഞാൻ എന്റെ റൂമിനകത്തേക്ക് എന്നെ കൊണ്ടുപോയിരുത്തി, എന്റെ ഭാര്യ കിടക്കുന്ന കട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി കിടത്തി. എന്നിട്ട് ആ ഭാര്യ എന്ത് ചെയ്തെന്നറിയോ? പൊന്നു മകളെ എടുത്ത് എന്റെ മടിയിലേക്ക് വെച്ച് തരാണ്. എന്നിട്ട് എന്റെ കൈയെടുത്ത് എന്റെ പൊന്നുമോളുടെ കവിളിൽ വെച്ചിട്ട് പറയുന്നു, ഇക്കാ ഇത് നമ്മുടെ പൊന്നുമോളുടെ കവിളാണ്, ഇത് നമ്മുടെ പൊന്നുമോളുടെ നെറ്റിത്തടമാണ്, ഇത് നമ്മുടെ പൊന്നുമോളുടെ കവിൾ കൈയാണെന്ന് പറഞ്ഞ് ഓരോരോ അവയവങ്ങൾ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. എന്നിട്ട് എന്റെ കുഞ്ഞിനെ എന്റെ ചുണ്ടിലേക്ക് അടുപ്പിച്ചു തന്നു. ഇത് നമ്മുടെ പൊന്നു
പൊന്നുമോളുടെ കവിളാണെന്ന് പറഞ്ഞപ്പോ അറിയാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവേ ഒരുപാട് കാണാൻ ആഗ്രഹത്തോടെയാണ് ഞാൻ ലീവിന് കൊടുത്തത്. പക്ഷേ പടച്ച തമ്പുരാന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ആ ചെറുപ്പക്കാരൻ പറയുന്നു, എന്റെ പൊന്നുമോളുടെ മുഖം കാണാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. ഒരു ഏകദേശ ലക്ഷ്യം വെച്ചുകൊണ്ട് എന്റെ പൊന്നുമോളെ ഞാൻ ചുടുചുംബനം കൊടുത്തത് എനിക്ക് താങ്ങാൻ കഴിയൂല ഉസ്താദ്. അതുകൊണ്ട് എന്റെ കണ്ണിന് കാഴ്ച കിട്ടാ അങ്ങ് ദുആയിരക്കളമെന്ന് എന്നോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, എന്റെ ചെറുപ്പക്കാരാ, നിന്നെപ്പോലെ ആരോഗ്യമുള്ള, നിന്നെപ്പോലെ ആഫിയത്തുള്ള, നിന്നെപ്പോലെ ചുറുചുറുപ്പുള്ള ഒരു ചെറുപ്പക്കാരനാ. അതുകൊണ്ട് ആരോഗ്യമല്ലാത്തൊരു അനുഗ്രഹമാണ് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മ. പടച്ച തമ്പുരാൻ തന്ന ആഫിയത്ത് കൊണ്ട്, പടച്ച തമ്പുരാൻ തന്ന ആരോഗ്യം കൊണ്ട്, അല്ലാഹ് തന്ന സൗന്ദര്യം കൊണ്ട് പൈശാചികമായ ശക്തിക്ക് പുറംപാച്ചു പോകുന്ന ആ ശൈത്താനെ നേരെ കുട പിടിക്കുന്ന പെണ്ണ്, നിന്റെ ജീവിതത്തിന് മാറ്റം വരട്ടെ, നിന്റെ ജീവിതത്തിന് മാറ്റം വരട്ടെ. ഇനി തീരുമാനമെടുക്കുക, അല്ലാഹുവേ എന്റെ ഭർത്താവ് വിദേശത്താണല്ല, എന്റെ ഉപ്പ വിദേശത്താണല്ല, എന്റെ പലരും വിദേശത്താ, എന്റെ കൂടപ്പിറപ്പുകളെ പലരും ജോലിക്ക് വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നവരാണ്. അരുമയ്ക്കൊരുമയായ മക്കൾ വളർന്നു വരുന്നു അല്ലാ. അതുപോലെ ദുരന്തമായ ഒരവസ്ഥ എന്റെ കുടുംബത്തിൽ തരല്ലേ അല്ലാ. അതുകൊണ്ട് തീരുമാനമെടുക്കുക, ഇന്നലെ വരെ ഞാൻ ഒരുപാട് ഹറാമിയത്തിലേക്ക് ചെയ്തു പോയല്ല. ഇനി എനിക്ക് സിനിമ വേണ്ട, ഇനി എനിക്ക് സീരിയല് വേണ്ട, ഇനി എനിക്ക് മോഡേൺ വസ്ത്രങ്ങൾ വേണ്ട, ഇനി എനിക്ക് ഗാനമേള വേണ്ട, ഇനി എനിക്ക് കോമഡി വേണ്ട. എനിക്ക് പടച്ച തമ്പുരാന്റെ ദീൻ മതി, അല്ലാഹുവിന്റെ റസൂലിന്റെ ദീൻ മതി. അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയ ഖബർ ജീവിതം എനിക്ക് രക്ഷപ്പെടണമല്ല, പരലോകം രക്ഷപ്പെടണമല്ല. അതുകൊണ്ട് തീരുമാനമെടുത്തു. ഇബ്നു അബ്ബാസ് തങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ പറയും, ഇബ്നു അബ്ബാസേ, നീ ദുആ ഇറക്കുമ്പോ, നീ ദുആ ചെയ്യുമ്പോ ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നല്ല ആരോഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ, ആഫിയത്ത് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ആഫിയത്തും ആരോഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ളവരെ, ഖബർ ജീവിതം എന്നുള്ളത് വല്ലാത്ത വിവിധ ഘട്ടങ്ങളാണ്. ഒരു 8 ഘട്ടങ്ങളുണ്ട് ഖബർ ജീവിതം എന്നുള്ളത്. അത് വിശദീകരിക്കാൻ സമയമില്ല, എങ്കിലും ചുരുങ്ങിയ സമയം കൊണ്ട് ഇൻഷാ അല്ലാഹ് ആ 8 ഘട്ടങ്ങളിലൂടെ ഓടിച്ചൊരു പോക്ക്. എന്നിട്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ ആ ഖബർ എങ്ങനെ രക്ഷപ്പെടണം, ആ ഒരു നിയത്തിലാണല്ലോ എൻ്റെ ഉമ്മമാര്, ഉപ്പമാര്, സഹോദരങ്ങള് ഈ നിറഞ്ഞു കവിഞ്ഞ സദസ്സിൽ ഒരു ബറക്കത്തായി റാഹത്തായി ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എനിക്ക് എൻ്റെ പരലോകം രക്ഷപ്പെടണം. ഒരുപാട് അറിവൊന്നും എനിക്കില്ല, ഒരുപാട് അദബുമില്ല, പക്ഷേ എനിക്ക് ജീവിക്കുന്ന സമയം അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനും വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണം. ശേഷം പരലോകം രക്ഷപ്പെടണം, ഖബർ ജീവിതം എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എൻ്റെ ഉമ്മമാരും ഉപ്പമാർ. അതുകൊണ്ട് എവിടെ പ്രഭാഷണത്തിന് പോയാൽ ഉമ്മമാരുപ്പമാര് പറയും, ഉസ്താദേ, അവർക്ക് വല്ല അറിവൊന്നും ഉണ്ടാവില്ല, പക്ഷെ എങ്കിലും ഉമ്മമാര് കാണുമ്പോ പറയും, ഉസ്താദേ, ഈമാനോട് കൂടി മരിക്കാൻ വേണ്ടി ആയിരക്കണം. പൊട്ടിക്കരഞ്ഞുകൊണ്ടാ പറയണേ. കാരണം അവരുടെ മനസ്സിൽ കളങ്കമില്ല. 6ഉം 60 ഒരുപോലെ എന്നല്ലേ, ഇവിടെ മനസ്സിൽ കളങ്കമില്ല. എപ്പോഴും എവിടെ പ്രഭാഷണത്തിന് പോയാലും പറയും, ഉസ്താദ്, ഈമാനോട് കൂടി മരിക്കാൻ വേണ്ടി ദുആയിരക്കണം. എന്തേ അതിന് കാരണം? എന്തേ അവർക്ക് കാരണം? കാരണം ഈമാനോട് കൂടി മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഖബർ ജീവിതം പേടിക്കേണ്ടതില്ല, പരലോകം പേടിക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ അവർക്ക് ഉത്തുംഗ പദവിയിൽ അവർക്ക് ആർത്ത് ഉല്ലസിക്കാമെന്നൊരു വിശ്വാസം അവർക്കുണ്ട്. ബഹുമാനമുള്ളവരെ, ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖബർ എന്നുള്ളത്, ആ ഖബറിന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നാവ് കൊടുത്തിട്ടുണ്ട്. ഇന്നലിൽ ഖബറി ലിസാലുൻ യൻതിഖു. അല്ലാഹു ഖബറിന് സംസാരിക്കാൻ ശേഷി കൊടുത്തിട്ടുണ്ട്. നമുക്കത് കേൾക്കാൻ കഴിയില്ല. സംശയമുണ്ട് എങ്കിൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന
പൂച്ച അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നായ്, വീട്ടിൽ വളർത്തുന്ന നായല്ല, ഏതെങ്കിലും ഒരു നായയോ അല്ലെങ്കിൽ ഒരു പൂച്ചയോ നമ്മളെങ്കിലും ഒരു ഖബർസ്ഥാനിലേക്ക് കൊണ്ടുവന്ന് ഒരു നിർത്തിയാൽ ഒരു 2 മിനിറ്റിൽ കൂടുതൽ പൂച്ചയോ ഒരു മൃഗങ്ങളും അവിടെ നിൽക്കൂല. എന്തേ കാരണം? അവർക്ക് അതിനകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം അവർക്ക് നന്നായിട്ട് കേൾക്കാൻ കഴിയും. ഒരു ഖബറിന്റെ മുകളിൽ കൊണ്ട് ഒരു പൂച്ച നിർത്തിയ ഒരു 1-1.5 മിനിറ്റ് നിൽക്കും, അപ്പൊ അടിച്ചാടി അടുത്ത സ്ഥലത്തേക്ക് പോകും. എന്തേ കാരണം? അവർക്കത് കേൾക്കാൻ കഴിയും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, ഇന്നൽ ഖബറിൽ ലിസാനൻ യബ്ദിഖ്, ഖബറിനെ സംസാരിക്കാൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നാവ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഖബർ നല്ല ആളുകൾ മരണപ്പെട്ടാൽ ആ ഖബർ സ്വാഗതം ചെയ്യുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല ആളുകൾ മരണപ്പെട്ടാൽ ഖബർ സ്വാഗതം ചെയ്യും. മോശം ആളുകളാണെങ്കിൽ ഖബർ ആർത്ത് അട്ടഹസിച്ചുകൊണ്ട് അവനെ വരവേൽക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബർ അനുകൂലമാകുന്ന വിഭാഗത്തിൽ അല്ലാഹു നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബർ ജീവിതം വല്ലാത്ത അത്ഭുതത്തിന്റെ പ്രതിഭാസമാണ് ബഹുമാനമുള്ളവരെ. ഒരു നല്ല മനുഷ്യനാണ് ദുനിയാവിന്റെ തൊലിപ്പുറത്ത് നിന്ന് മരണപ്പെട്ടു പോവുകയാണെങ്കിൽ ആ ഖബർ വിളിച്ചു പറയുകയാണെന്ന്, വേഗം കൊണ്ടുവരുമോ, എന്റെ കൂട്ടുകാരനെ വേഗം ഒന്ന് കൊണ്ടുവരുമോ, ഞാൻ അവനെ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ, അവനെ ഞാനൊന്ന് മുസാഫഹ ചെയ്യട്ടെ, ഞാൻ അവനൊന്ന് മുആനക്ക ചെയ്യട്ടെ, അവൻ എന്റെ കൂട്ടുകാരനാ, അവന് വേണ്ടിയാണ് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നത്, അവനെ ഒന്ന് എന്റെ മാറിടത്തിലേക്ക് ചേർത്ത് വെക്കുമോ എന്ന് ഖബർ പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇനി മോശക്കാരനാണെങ്കിലോ ആ ഖബർ പറയുമത്രേ, അല്ലാഹുവിന്റെ ദുനിയാവില് അല്ലാഹ് തന്ന ആരോഗ്യം കൊണ്ട് അഹങ്കരിച്ച് നടന്നവനെ, അല്ലാഹ് തന്ന ആഫിയത്ത് കൊണ്ട് അഹങ്കാരത്തോടു കൂടി നടന്നവരെ, ഇവിടെ വാടാ, നിന്നെ ഓർത്താണ് ഞാൻ ഇത്രയും നേരം എന്റെ മണ്ണറയി ഞാൻ ഒരുക്കിയത്, നിന്നെ ഞെരിക്കാൻ എനിക്ക് കൊതിയായി, നിന്നെ കാർന്നു തിന്നാ ഒരുപാട് അതിഥികൾ ഈ മണ്ണറയ്ക്കകത്തുണ്ട്, അതുകൊണ്ട് കൊണ്ടുവരണേ, അവൻ എത്രയും നേരം എന്റെ മണ്ണറയ്ക്കുള്ളിലേക്ക് കൊണ്ടുവരണേ എന്ന് ഖബർ ആലിംഗനം ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബർ സ്വാഗതം ചെയ്യുന്ന ഖബറാളുകൾ പെടുത്താൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. നല്ല ആളുകളാണെങ്കിൽ ഖബർ സ്വാഗതം ചെയ്യും. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, എന്താ അവരുടെയൊക്കെ ജീവിതം എങ്ങനെയായിരുന്നു? മഹാനുഭാവന്മാരുടെ ജീവിതത്തിലൂടെ നടന്നു പോകാനും അവരുടെ കാലിനടിയിലുള്ള മണൽത്തരികളെ പോലെ ഭവ്യതയോടുകൂടി ജീവിച്ച്, അവർ ജീവിച്ച പോലെ ജീവിച്ച്, അവരുടെ പാതയിലായി ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകിക്കുമാറാകട്ടെ. അവൻ നിസ്സാരക്കാരല്ല, അവരെ മണ്ണറ സ്വാഗതം ചെയ്തു. കണ്ണിയത്ത് ഉസ്താദിനെ പോലോത്ത, കാളമ്പാടി ഉസ്താദിനെ പോലോത്ത ഒരുപാട് നൂറുകണക്കിന് സൂഫിയാക്കൾ, അവരുടെയൊക്കെ നേതൃത്വമാണ് നമ്മുടെ വിജയം. അവരുടെ ദുആകളിലൊക്കെ പാപികളായ ദോഷികളായ നമ്മയും ഉൾപ്പെടുത്താൻ, അതിൽ ഉൾപ്പെടാൻ നമുക്ക് ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ളവരെ, ഖബർ അങ്ങനെ സ്വാഗതം ചെയ്യുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇത് ഒന്നാമത്തെ സന്ദർഭം, ചുരുക്കി പറയാം, അതൊന്നാമത്തെ സന്ദർഭം. ഖബർ നല്ല ആളുകളാണെങ്കിൽ സ്വാഗതം ചെയ്യും, മോശം ആളുകളാണ് എങ്കിൽ സ്വാഗതം ചെയ്യും. പക്ഷേ അതിന് ദേഷ്യത്തിന്റെ, വല്ലാത്ത അട്ടഹാസത്തിന്റെ, ക്രോധത്തിന്റെ ഒരു മുഖമുണ്ടാകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ സന്ദർഭം ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന സുദീർഘമായ ഹദീസിൽ കാണാം. രണ്ടാമത്തെ സന്ദർഭം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മയ്യിത്തിനെ ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വനാദാഹു ജീറാനുഹു അയ്യുഹൽ മുഗ്തർ, അല്ലയോ വഞ്ചക, ദുനിയാവ് നിന്നെ വഞ്ചിപ്പിച്ചു കളഞ്ഞടാ, ദുനിയാവ് നിന്നെ പാഴാക്കിയടാ, നിന്റെ ആഖിറം ദുനിയാവ് നിന്നെ നശിപ്പിച്ചു കളഞ്ഞടാ എന്ന് അയൽവാസികൾ നിന്നോട് പറയുമെന്നാണ്. ജീവിച്ചിരിക്കുന്ന അയൽവാസികളല്ല, ഖബറിന്റെ പരിസരത്ത് കഴിയുന്ന ഖബറാളുകൾ പറയുമെന്നാണ്. എന്താ പറയുന്നത്? നിനക്ക് മുമ്പ് മരിച്ചു പോയവർ പറയുവാണ്, അല്ലയോ കൂട്ടുകാർ,
പോരാ, നിന്നിലൂടെ ഓടിച്ചാടി നടന്നവനാ ഞാൻ, നിന്നോടൊപ്പം സഞ്ചരിച്ചവനാ ഞാനൊരു വാഹനത്തിൽ വണ്ടി ഇടിച്ചുകൊണ്ട് മരണപ്പെട്ടപ്പോ ആദ്യമായി ഓടിയെത്തിയത് നീയല്ലേ, എന്നെ ഓടിയെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് നീയല്ലേ, ഞാൻ മരണപ്പെട്ടപ്പോ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ മോർച്ചറിക്ക് മുന്നിൽ കാവല് നിന്നത് നീയല്ലേ, ആംബുലൻസിലേക്ക് എടുത്തു കയറ്റിയത് നീയാണല്ലോ, വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ എന്റെ ബന്ധുക്കാരുടെ കൂടെ വാഹനത്തിൽ കയറിയവൻ നീയാണ്, എന്നെ മയ്യത്ത് കുളിപ്പിച്ചവൻ നീയാണ്, മയ്യത്ത് പൊതിഞ്ഞവനും നീയാണ്, പള്ളിക്കാട്ടിലേക്ക് സന്തോക്കിന്റെ ഒരു കാല് പിടിച്ചവനും നീയാണ്, പള്ളിക്കാട്ടിലേക്ക് എന്റെ മയ്യത്തിനെ കൊണ്ടിറക്കി വെച്ചവനും നീയാണ്. എന്നിട്ട് നിനക്ക് എന്റെ ജീവിതത്തിന് മാറ്റം വരാത്തത് നീയൊന്ന് ചിന്തിച്ചില്ലല്ലോ. ഇതുപോലെ ഞാൻ മരിക്കുമല്ല, ഇതുപോലെ ഞാൻ മരിക്കുമല്ല. അല്ലാഹുവേ, ഈ മരണം എന്റെ ജീവിതത്തിനൊരു പാഠമാകണേ അല്ലാ. ഇന്നലെ വരെ ചെയ്തു പോയ സകലമായ അപരാധങ്ങളും എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പൊറുക്കണേ അല്ലാ എന്ന് നീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവന്റെ ദർബാറിലേക്ക് നീ ഒന്ന് കൈയുയർത്തിയ നിന്റെ സകലമായ പാപങ്ങളും പടച്ച തമ്പുരാന് പൊറുക്കുമായിരുന്നല്ലോ. നിനക്ക് നിന്റെ ഖബർ ജീവിതം രക്ഷപ്പെടാമായിരുന്നല്ലോ, ദുനിയാവ് രക്ഷപ്പെടാമായിരുന്നല്ലോ. എന്നിട്ടെന്തേ ആരാരും അറിയാത്ത, ആരാരും സഹായത്തിനില്ലാത്ത ഇരുളിന്റെ തടവറയാകുന്ന ഖബറിലേക്ക് കടന്നു വരുന്നത് വഞ്ചകനായിട്ടാണല്ലോ, നിസ്സാരമായിട്ടാണല്ലോ. ആരാരും സഹായിക്കാൻ വരൂല, ആരാരും സഹായിക്കാൻ വരൂല. ദുനിയാവില് ജീവിച്ചിരുന്ന മക്കള് വരൂല, ഭാര്യ വരൂല, കുടുംബക്കാര് വരൂല. ഒരിക്കലും മടങ്ങി വരാത്ത യാത്രയിലേക്കാണ് നിന്റെ പോക്കെന്ന് അയൽവാസികൾ വിളിച്ചു പറയുന്നത് ഖബറാണെന്ന്. ആ ഖബറിൽ കഴിയുന്നവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബർ സംസാരിക്കും, സംസാരിച്ച ചരിത്രമുണ്ട്, സംസാരിച്ച ചരിത്രമുണ്ട്. ബഹുമാനമുള്ളവരെ, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു, അലി റളിയല്ലാഹു തആല അൻഹു സയ്യിദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു കൂടി ഒരിക്കൽ ഇങ്ങനെ പള്ളിയുടെ പരിസരത്തൂടെ നടന്നു പോകുമ്പോ അലിയാർ തങ്ങളിൽ തമാശയ്ക്ക് സയ്യിദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു അത്രേ, ഞാനൊരു കാര്യം ചെയ്യാം, ആ കിടക്കുന്ന ഖബറാളികളോട് ഞാനൊന്ന് സംസാരിക്കട്ടെ, നിന്റെ അഭിപ്രായം എന്താന്ന് ചോദിച്ചു. സയ്യിദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അത്ഭുതപ്പെട്ടു പോയി. ഹദീസിൽ കാണാം, മഹാനുഭാവൻ അത്ഭുതപ്പെട്ടു പോയി. ഖബറാളികളോട് സംസാരിക്കട്ടെ എന്ന് സയ്യിദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് സംശയം പറഞ്ഞപ്പോ അലിയാർ തങ്ങൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതിൽ തെറ്റില്ല. കാരണം അലിയാർ തങ്ങൾ അങ്ങനെ ചോദിച്ചാൽ നടക്കുമെന്ന് ഉറപ്പാണ്. അല്ല മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ, ഞാൻ ഇൽമിന്റെ പട്ടണമാണെങ്കിൽ ആ പട്ടണത്തിലേക്കുള്ള പ്രവേശന കവാടം അലിയാർ തങ്ങളാണെന്ന് ലോകത്തിലെ തുല്യതയില്ലാത്ത പ്രഖ്യാപനം നടത്തിയ അലിയാർ തങ്ങളാണ് പറയുന്നത്, ഞാൻ ഖബറാളികളോട് സംസാരിക്കട്ടെ. സയ്യിദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, സംസാരിക്കാം, എനിക്ക് സന്തോഷമേ ഉള്ളൂ, പക്ഷേ ഉള്ളിൽ വല്ലാത്ത പേടിയാണ്. ഖബറാളികളോടാ സംസാരിക്കുക. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു വരുമ്പോ, നിങ്ങൾ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ ഒതുവെടുക്കാൻ വേണ്ടി പള്ളിയുടെ ഹൗദിന്റെ പരിസരത്ത്, പള്ളിക്കാടിന്റെ പരിസരത്തേക്ക് കടന്നു പോകുമ്പോ ഇന്നലെ കൊണ്ടുവന്നടക്കിയ, മിനിങ്ങാന്ന് കൊണ്ടുവന്നടക്കിയ ഏതെങ്കിലും ഒരു ഖബറാളി നിങ്ങളുടെ മുന്നിലേക്ക് എഴുന്നേറ്റ് വന്നാ പിന്നെ നിങ്ങൾക്ക് ജീവനുണ്ടോ ഇല്ലയോ എന്ന് തൊട്ടു നോക്കേണ്ടി വരും. വല്ലാത്ത ഭയമാണ്. അങ്ങനെ ഭയപ്പോട്ട് പോകുന്ന സയ്യിദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അലിയാർ തങ്ങൾ പറഞ്ഞു, വരിക, എന്നോടൊപ്പം വരിക. എന്നിട്ട് പള്ളിക്കാട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ആ ഖബറാളിയെ അടുക്കലേക്ക് ചെന്നിരുന്നു കൊണ്ട് നിറ കണ്ണുകളോടെ പടച്ച തമ്പുരാന്റെ ദർബാറിലേക്ക് ദുആ ഇറക്കുന്നു. അല്ലാഹുവേ, ഞാൻ നിന്നോടൊരു ആവശ്യം പറയാൻ പോവാ, എനിക്ക് നിന്നോടൊരു ആവശ്യമുണ്ടല്ലോ. ഈ ഖബറാളികളോട് എനിക്ക് സംസാരിക്കണം. ഞാനൊരു സലാം പറഞ്ഞ ആ സലാം ഖബറാളി എന്നോട് സലാം അടക്കണ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് എനിക്ക് ഖബറാളി മറുപടി തരണം എന്ന് സംശയം കൊണ്ട് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ദുആ ഇറക്കുകയാണ്. അങ്ങനെ ദുആ ഇറക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മരുമകനാകുന്ന അലിയാർ തങ്ങൾക്ക് എന്തെന്നില്ലാത്ത ഉന്മേഷം തോന്നി. അലിയാർ തങ്ങൾക്ക് മനസ്സിലായി ദുആക്ക് ഇജാബത്ത് ഉത്തരം
കിട്ടിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ മരുമകനാകുന്ന അലിയാർ തങ്ങൾ ഖബറിലേക്ക് പറയുകയാണ്, അസ്സലാമു അലൈക യാ ഖബർ. ആ ഖബറാളിയോട് സലാം പറഞ്ഞപ്പോ ആ മനുഷ്യൻ സലാം അടക്കുകയാണ്. സയ്യിദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു തആല ഭയപ്പെട്ടുകൊണ്ട് അലിയാർ തങ്ങളുടെ പിന്നിലേക്ക് ഒളിക്കാൻ തുടങ്ങി, നിറയ്ക്കാൻ തുടങ്ങി, കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എന്നിട്ട് ചോദിക്കുന്ന അലിയാർ തങ്ങൾ ചോദിക്കുന്നു, ഏ ഖബറാളി, നീ മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തവനാ. നീ മരണത്തിന് ശേഷം നിന്റെ വാർത്ത എന്താ? മാ അഖ്ബറുക ബഅദൽ മൗത്ത്. നിന്റെ മരണശേഷം നിന്റെ ഖബറാകുന്ന ജീവിതത്തിൽ നിന്റെ ജീവിതം എന്താ? നമ്മോട് ചോദിച്ചാൽ നമുക്ക് എന്ത് മറുപടിയാ പറയാനുള്ളത്? അലിയാർ തങ്ങൾ അങ്ങനെ ചോദിച്ചപ്പോ ആദ്യമായ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടാ പറയുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ആ ഖബറാളി ഇങ്ങനെ ചോദിക്കുമ്പോ അലിയാർ തങ്ങളോട് പറയുന്നേ, തങ്ങളെ, അതിന് മറുപടി പറയുന്നതിന് മുമ്പ് ഞാൻ അങ്ങയോട് ചോദ്യം ചോദിക്കാം. അതിന് മറുപടി തന്നാൽ ഞാൻ അങ്ങയുടെ ചോദ്യത്തിന് മറുപടി തരാ. അലിയാർ തങ്ങൾ ചോദിച്ച് എന്താ ചോദിക്കാനുള്ളത്? ആ മനുഷ്യൻ ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ മരുമകനാകുന്ന അലിയാർ തങ്ങളോട് ചോദിക്കുന്നു, യാ അലിയാർ തങ്ങളെ, എന്റെ ഭാര്യയുടെ അവസ്ഥ എന്താ? ആ ഭാര്യയുടെ അവസ്ഥ എന്താ? അവൾ ഇപ്പോഴും എന്നോർത്ത് കരയാറുണ്ടോ? അവൾ ഇപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മരുമകനാകുന്ന അലിയാർ തങ്ങളോട് ഖബറാളി സംസാരിച്ചു വന്നാണ്. അലിയാർ തങ്ങൾ പറയുന്നേ, മനുഷ്യ, നിന്റെ ഭാര്യയുടെ വിവാഹം രണ്ടാമത് കഴിഞ്ഞു. അവളിപ്പം എന്നെ മറന്നിരിക്കുകയാ. നിനക്ക് വേണ്ടി ഓർക്കാറില്ല, നിനക്ക് വേണ്ടി കരയാറില്ല, നിനക്ക് വേണ്ടി ദുആ ചെയ്യാറില്ല. അവളിപ്പോൾ സന്തോഷത്തിലാ, അവളിപ്പോൾ ആനന്ദത്തിലാണ്, ആഹ്ലാദത്തിലാണ് എന്നാ മനുഷ്യൻ പറഞ്ഞപ്പോ, ആ മനുഷ്യനോട് അലിയാർ തങ്ങൾ പറഞ്ഞപ്പോ ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, തങ്ങളെ, ആ ഭാര്യയ്ക്ക് വേണ്ടിയാ നമസ്കാരങ്ങൾ ഒഴിവാക്കിയത്. ആ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഞാൻ പെടാപാട് പെട്ടത്. ആ ഭാര്യയ്ക്ക് വേണ്ടിയല്ലേ എന്റെ ശരീരത്തിലെ മുഴുവൻ ആയുസ്സും ഞാൻ ചെലവഴിച്ചത്. എന്നിട്ട് അവൾ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ട് വീണ്ടും ചോദിക്കുന്നു, എന്റെ ഭാര്യ എന്നെ മറന്നോട്ടെ, കുഴപ്പമില്ല, പക്ഷേ എന്റെ മക്കൾ എന്നെ മറക്കൂലല്ലോ. അവൾ എന്നെ പൊന്നു വാപ്പിച്ചയാണല്ലോ, എന്നെ പൊന്നുപ്പിച്ചയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടി ദുആ ഇറക്കുമല്ലോ എന്ന് അലിയാർ തങ്ങളോട് പറഞ്ഞപ്പോ അലിയാർ തങ്ങൾ പറയുന്നു, മനുഷ്യ, ആ മക്കളെ നിന്നെ ഓർക്കാറില്ല, ആ മക്കളെ നിന്നെ ഓർക്കാറില്ല, ആ മക്കളെ നിന്നെ കുറിച്ച് ചിന്തിക്കാറ് പോലുമില്ല. നീ കൊടുത്ത സമ്പത്തിലാ അവർ അഹങ്കരിക്കുന്നത്, നീ വെച്ചു കൊടുത്ത വീട്ടിലാണ് അവർ ജീവിക്കുന്നത്, നീ വാങ്ങിക്കൊടുത്ത വാഹനത്തിലാ സഞ്ചരിക്കുന്നത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉപ്പമാരെ, എന്റെ ഉമ്മമാരെ, നിങ്ങൾ വളർത്തി വലുതാക്കി നിങ്ങളുടെ മക്കള് നാളെ പടച്ചവന്റെ ലോകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ, നിങ്ങൾ എഴിലിന്റെ തടവറയിലേക്ക് ചെന്ന് കിടക്കുമ്പോ നിങ്ങളുടെ മക്കള് നിങ്ങളെ ഓർക്കുമെന്ന് ഉറപ്പ് നിങ്ങൾക്ക് വേണ്ട. ആ ഒരു ഉറപ്പിൽ ഒരു ഉപ്പമാരും ജീവിക്കണ്ട, ഒരു ഉപ്പമാരും ജീവിക്കണ്ട. എന്റെ ബഹുമാനമുള്ളവരെ, അലിയാർ തങ്ങളോട് ആ മനുഷ്യൻ ഇങ്ങനെ പറയും, എന്റെ മക്കളെ എന്നെ മറന്നുപോയോ എന്ന് പറഞ്ഞപ്പോ അലിയാർ തങ്ങളോട് ആ മനുഷ്യൻ പറയുന്നു, വല്ലാത്ത സങ്കടമുണ്ട് അലിയാർ തങ്ങളെ, എനിക്ക് വല്ലാത്ത സങ്കടമുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം അലിയാർ തങ്ങൾ ചോദിക്കുന്നു, നിങ്ങളുടെ ഖബർ ജീവിതം എങ്ങനെയാ? ആ ഖബറിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു കൊടുക്കും, എന്റെ ഖബറിൽ വല്ലാത്ത ആനന്ദമാണ്, വല്ലാത്ത ആഹ്ലാദമാണ്, വല്ലാത്ത ആനന്ദമാണെന്ന് അലിയാർ തങ്ങളോട് ആ മനുഷ്യൻ പറയുമ്പോ അലിയാർ തങ്ങള് ആ സയ്യിദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ സയ്യിദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു തആല ആവേശത്തോടു കൂടി അതിലേറെ അറിയാനുള്ള ആവേശം അലതല്ലിക്കൊണ്ട് അലിയാർ തങ്ങളോട് ചോദിക്കുന്നു, അലിയാർ തങ്ങളെ, ഖബർ ജീവിതം രക്ഷപ്പെടാ ദുനിയാവിന്റെ തൊലിപ്പുറത്തുള്ള പ്രവർത്തനമാണ് ആ മനുഷ്യൻ ചെയ്തതെന്നൊന്ന് ചോദിക്കുമ്പോ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വല്ലാത്ത സന്തോഷമാകുമല്ലോ, വല്ലാത്ത ആനന്ദമാകുമല്ലോ, ആ ഖബർ ജീവിതം ആഹ്ലാദകരമാകുമെന്ന് അലിയാർ തങ്ങളോട് ചോദിക്കുമ്പോ ആ മനുഷ്യൻ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയാണ്, അലിയാർ തങ്ങളെ, എന്റെ ഖബർ ജീവിതം രക്ഷപ്പെടാ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ഞാൻ വിശദീകരിച്ചു തരാമെന്ന് അലിയാർ തങ്ങളോട് പറഞ്ഞു വന്ന ചരിത്രം
ഒരുപാട് കാര്യങ്ങളുണ്ട് ഖബർ ജീവിതം രക്ഷപ്പെടാൻ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരാം. 2-3 സന്ദർഭങ്ങളുടെ ഘട്ടങ്ങളുടെ പറഞ്ഞുകൊണ്ട് സെയ്ദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹുവിനോടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയും. അതിനു മുമ്പ് രണ്ടാമത്തെ ഘട്ടം ഖബർ അയൽവാസികൾ അവനോട് സംസാരിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് രണ്ടാമത്തെ ഘട്ടമാണെങ്കിൽ മൂന്നാമത്തെ ഘട്ടം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ലഗ്തത്തുൽ ഖബർ. ഖബർ ഞെരിക്കാൻ തുടങ്ങും. ഖബർ വല്ലാതെ ഞെരിക്കാൻ തുടങ്ങും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല പറയുന്നു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യതഅവ്വദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ. ഒരു പാപം പോലും ചെയ്യാത്ത ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ, ഒരു പാപം പോലും ചെയ്യാത്ത നബി മുഹമ്മദ് മുസ്തഫ, ഗുണമണിയായ റസൂലുള്ളാഹ്, തണി പകരും ഗുരുനൂറുള്ളാഹ്, ഇഹപര നബിയം ഹബീബുള്ളാഹ്, ഇറയോന്റെ കനിയെ സല്ലല്ലാഹ്, പതിമക്കത്തുതിച്ചുള്ള മലരല്ലേ, പരിശുദ്ധ കതിരുള്ള ബദറല്ലേ, പരിമള സുഗമിത കാവല്ലേ, പെരിയോന്റെ തമാശയ്ക്ക് പോലും കളവ് പറയാത്ത മദീനയുടെ പുതുമണവാളൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം എത്രയോ വട്ടം ഖബറാകുന്ന ജീവിതത്തിനെ തൊട്ട് ആ ഖബറിന്റെ ഇരുട്ടറയെ കുറിച്ച് ആ ഖബറിന്റെ ഞെരുക്കത്തെ തൊട്ട് കാവൽ ചോദിച്ചു എന്ന് മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ, ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു പോയെങ്കിൽ എന്റെ ഈ വാഴക്കാട് കൂടി സഹോദരങ്ങളോട് ഞാൻ പറയാ, നിങ്ങളുടെ ഖബർ നിങ്ങളെ ഞെരിക്കുക, നിങ്ങളുടെ അസ്ഥി പഞ്ചരങ്ങളെല്ലാം ഭസ്മമാകും തരത്തിലാ നിങ്ങളെ ഖബർ ഞെരിക്കുക. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നല്ല ആളുകളാണെങ്കിൽ അല്ലാഹുവിനെ വഴിപ്പെട്ട അല്ലാഹുവിന്റെ റസൂലിനെ വഴിപ്പെട്ടവരാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പ്രസവിച്ച് വീണ പൊന്നുമകനെ അല്ലെങ്കിൽ ഒരു പൊന്നുമകളെ എപ്രകാരമാണോ ഒരു മാതാവ് ചുംബനം നൽകുക, അതുപോലെ ഖബർ ചുംബിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പോയെങ്കിൽ എന്റെ ബഹുമാനമുള്ളവരെ, ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമല്ലോ. മണവാളനാകേണ്ട സഅദ് റളിയല്ലാഹു തആല അൻഹു നാളെയുടെ പ്രഭാതത്തിൽ ദാമ്പത്തിക വല്ലരിയിലേക്ക് കടന്നു പോകേണ്ട സഅദ് റളിയല്ലാഹു തആല അൻഹു വിവാഹത്തിന്റെ സ്വസ്ഥതകൾ വാങ്ങിക്കാൻ കമ്പോളത്തിലേക്ക് പോയപ്പോഴാണ് യുദ്ധത്തിന്റെ പ്രഖ്യാപനം കേട്ടത്. ഉടൻ തന്നെ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി തിരിക്കുകയാ. എനിക്ക് വിവാഹം വേണ്ട, എനിക്ക് ഭാര്യ വേണ്ട, എനിക്ക് ദുനിയാവ് വേണ്ട, എന്റെ റസൂല് മതി, എനിക്ക് എന്റെ പരലോകം വേണം, എനിക്ക് എന്റെ ആഖിറം വേണമെന്ന് ഒറ്റ ചിന്തയിൽ അതാ യുദ്ധക്കളത്തിലേക്ക് പടക്കുതിരയെ പായിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. ഒരു പടക്കുതിരയെ പോലെ ശത്രു സംഹാരത്തിന് മുന്നിൽ താണ്ഡവമാടിയ ഒരുപാട് ശത്രുക്കളുടെ തലയെല്ലാം അന്തരീക്ഷത്തിലൂടെ അമ്മാനമാടി കളിച്ച സഅദ് റളിയല്ലാഹു തആല യുദ്ധത്തിന്റെ അവസാന ഷഹീദാവാണ്. സ്വഹാബത്ത് കിറാ എല്ലാവരും ഇങ്ങനെ സ്വഹാബത്തിനെ ഇങ്ങനെ മറമാടുന്നതിന് വേണ്ടി, മുഖം നോക്കുന്നതിന് വേണ്ടി ഇങ്ങനെ പരിശോധിച്ച് കടന്നു ചെന്നപ്പോ സുബ്ഹാനല്ലാഹ്, നാളെയുടെ പ്രഭാതത്തിൽ മണവാളനാകേണ്ട സഅദാ, നാളെ ഒരു പുതിയ പെണ്ണിന് ജീവിതം കൊടുക്കേണ്ട സഅദാണ്. ഒരുപാട് കുടുംബ ജീവിതം സ്വപ്നം കണ്ട പുതുമണവാളനായ സഅദ്, ആ സഅദ് റളിയല്ലാഹു തആല അൻഹു ഷഹീദായി കിടക്കുകയാണ്. അങ്ങനെ ആ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ, ആ ഖബറിലെ ഖബറടക്കാൻ വേണ്ടി മയ്യിത്തിനെ കൊണ്ടുപോകുമ്പോ വസബ്ബഹ വകബ്ബറ വസബ്ബഹനാ വകബ്ബറനാ, സ്വഹാബത്ത് പറയുന്നു വകബ്ബറ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ തക്ബീർ ചൊല്ലാൻ തുടങ്ങി, അല്ലാഹുവിന്റെ റസൂൽ തസ്ബീഹ് ചൊല്ലാൻ തുടങ്ങി, അല്ലാഹുവിന്റെ റസൂൽ മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി, വല്ലാതെ പൊട്ടിക്കരയാൻ തുടങ്ങി. അത് കണ്ട് ഞങ്ങളും പറഞ്ഞു, ഞങ്ങളും തക്ബീർ ചൊല്ലി, ഞങ്ങളും തഖ്ദീസ് മുഴക്കി, ഞങ്ങളും തസ്ബീഹ് മുഴക്കി. എല്ലാം കഴിഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു, നബിയേ എന്തിനാണങ്ങ് പൊട്ടിക്കരഞ്ഞത്, എന്തിനാണങ്ങ് തേങ്ങലടിച്ചൊരു കൊച്ചുകുട്ടിയെ പോലെ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിന്റെ പരിസരത്ത് പൊട്ടിക്കരഞ്ഞതെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് സംശയം ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകളതാ നിറഞ്ഞൊഴുകി
പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു സഹാബ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മ എന്തെങ്കിലും ഒരു നിസ്കാരം ഓടിച്ചിട്ട് പിടച്ച് നമസ്കരിച്ചിട്ട് ആ നമസ്കാരം മതി എന്റെ പരലോകത്തിന് മതി എന്ന് കരുതുന്ന പെങ്ങളെ, റമളാൻ മാസത്തിൽ ഒന്നും വിജ്ഞാനം പിടിച്ചു പോകുന്ന ആരും കാണാതെ ഒരുപാട് ന്യൂനതയുള്ള നോമ്പുകളുമായി പടച്ചവന്റെ പരലോകം രക്ഷപ്പെടുമെന്ന് ആഗ്രഹിക്കുന്ന പെണ്ണേ, തറാവി നമസ്കാരം മാത്രം അങ്ങുമെങ്ങും നമസ്കരിച്ചത് കൊണ്ട് അല്ലെങ്കിൽ എന്റെ ആയുസ് തന്ന ആയുസ് കൊണ്ട് പടച്ചവന്റെ മാർഗത്തിൽ ഇറങ്ങാൻ അഹങ്കാരത്തോടുകൂടെ നടന്നാൽ പരലോകം രക്ഷപ്പെടുമെന്ന് കരുതുന്ന യുവത്വമേ, അല്ലാഹുവിന്റെ റസൂല് പറയുന്ന സഹാബ, ആ യുദ്ധക്കളത്തിൽ ഷഹീദായ ശുഹദാക്കളുടെ കൂലി പറയേണ്ടതില്ലല്ലോ. അങ്ങനെ ആ സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ ആ ഖബറിനകത്തേക്ക് ഇറക്കി വെക്കുമ്പോ മണ്ണുകളെല്ലാം ഇട്ട് മൂടി പലക വെച്ച് മണ്ണിട്ട് മൂടിയപ്പോ ആ ഖബറിങ്ങനെ ഓടി അടുത്തു സഹാബ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വാരിയെല്ല് പൊട്ടിത്തകരുന്ന വിധത്തില്, തോളെല്ല് പൊട്ടിത്തകരുന്ന വിധത്തില് ആ ഖബർ വല്ലാതെ ആഗ്രഹത്തോടുകൂടി ആവേശത്തോടുകൂടി ഖബറിങ്ങനെ ഞെരിക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് അതിന്റെ ദിവ്യബോധനം കൊണ്ട് നിസാരത്തിന്റെ ഒരു കഴിവുള്ളത് കൊണ്ട് അതെനിക്ക് കാണാൻ കഴിഞ്ഞു സഹാബ. എന്റെ സഅദിനെ എങ്ങനെ ഞെരിക്കാൻ ഖബറിന് ഞാൻ വിട്ടുകൊടുക്കൂല. അതുകൊണ്ടാണ് ഞാൻ തക്ബീർ ചൊല്ലിയത്, അതുകൊണ്ടാണ് ഞാൻ തഖ്ദീസ് മുഴക്കിയത്, അതുകൊണ്ടാണ് ഞാൻ തസ്ബീഹ് മുഴക്കിയതെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പോയെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന യുവത്വമേ, എന്റെ ഖബർ നിനക്ക് രക്ഷപ്പെടണ്ടേ, ആ ഖബറാകുന്ന ജീവിതത്തിൽ നിനക്ക് രക്ഷപ്പെടണ്ടേ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മ, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് രക്ഷപ്പെടുമെന്ന് വല്ല ഉറപ്പുണ്ടോ? നിങ്ങളുടെ മക്കൾ മരണപ്പെട്ട, നിങ്ങൾ മരണപ്പെട്ട എന്റെ ഉമ്മിച്ചയാണല്ലോ, എന്റെ ഉപ്പിച്ചയാണല്ലോ, എനിക്ക് വേണ്ടി ഒരുപാട് പാടുപെട്ടവനാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി യാസീനോദുമെന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? യാതൊരു ഉറപ്പും പറയാൻ പറ്റൂല. അല്ലാഹു നമ്മുടെ മക്കളെ എല്ലാം സ്വാലിഹീങ്ങളാക്കട്ടെ, ആഫിലീങ്ങളാക്കട്ടെ, ആലിമീങ്ങളാകട്ടെ. അതുകൊണ്ട് ആ ഖബർ ജീവിതം വല്ലാത്ത ഇടുക്കമാണ്, ഭയാനകമാണ്. ആ ഖബറിലാ ചെന്ന് കിടക്കേണ്ടത്. ബഹുമാനമുള്ളവരെ, ഞാൻ ചുരുക്കി പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന നല്ല ആളുകളെ കൊണ്ട് ചെന്ന് ഖബറിലേക്ക് കിടത്തിയ വല്ലാത്ത സന്തോഷമാ, വല്ലാത്ത ആനന്ദമാ, വല്ലാത്ത സുഖരസങ്ങളിലാണ് അവർ ഖബറിൽ കഴിയുക, വല്ലാത്ത ആനന്ദത്തിലാണ് അവർ കഴിയുക. അവർ ചിന്തിച്ചു പോകുമല്ല, കുറച്ചുകൂടി മുമ്പേ എനിക്ക് മരിക്കാമായിരുന്നല്ലോ, കുറച്ചുകൂടി മുമ്പേ എന്റെ ജീവിതത്തിലേക്ക് പറഞ്ഞു വിടാത്തതല്ല എന്ന് നാം എല്ലാവരും നല്ല ആളുകളാണെങ്കിൽ ആ മണ്ണറയ്ക്കകത്ത് കിടന്നുകൊണ്ട് ആഗ്രഹിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മോശമാളുകളാണെങ്കിലോ രണ്ട് മലക്കുകൾ അവരുടെ ഖബറിനകത്തേക്ക് കടന്നവരാണ്. രണ്ട് മലക്കുകൾ വല്ലാത്ത ഭയം നിറഞ്ഞുകൊണ്ട്, കണ്ടാല് പേടി തോന്നുന്ന മലക്കുകൾ ഖബറിലേക്ക് കടന്നു വരാ. അവരുടെ കയ്യിൽ ഇരുമ്പ് ദണ്ടുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങ. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. മദ്രസാ കിതാബുകൾ നാം പഠിച്ചവരാണ്. നിന്റെ റബ്ബാരാ, നിന്റെ നബിയാരാ, നിന്റെ ഇമാമാരാ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. നല്ല മറുപടി പറയാ. അങ്ങനെ മറുപടി പറയാൻ കഴിയണമെങ്കിൽ ദുനിയാവിൽ സുഹൃതം ചെയ്യണം. ബഹുമാനമുള്ളവരെ, അങ്ങനെ മറുപടി പറഞ്ഞാലാണ് ആ ഖബറാകുന്ന ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റൂ. അതുകൊണ്ട് നല്ല മറുപടി പറഞ്ഞ ആ മലക്കുകൾ പറയുന്നതാണ്, അല്ലാഹുവേ, ഇവൻ പറഞ്ഞത് സത്യമാണ് അല്ലാ, ഞാൻ സാക്ഷിയാണ് അല്ലാ എന്ന മലക്കുകൾ അല്ലാഹുവിനോട് പറയുമെന്നാണ്. അപ്പോൾ അല്ലാഹു പറയും, ഫിർശൂ മിനൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ പർവ്വതാനികൾ നീ വിരിക്കണേ, സ്വർഗ്ഗത്തിന്റെ മട്ടുപ്പാവ് നീ ഉല്ലസിക്കാൻ വിടണേ, സ്വർഗ്ഗത്തിന്റെ ഉടയാടകൾ നീ ധരിപ്പിക്കണേ, സ്വർഗ്ഗത്തിന്റെ ഭക്ഷണം നീ കൊടുക്കണേ എന്ന് മാലാഖമാരോട് പടച്ച തമ്പുരാൻ കൽപ്പിക്കുമെന്നാണ്. ആ ഒരു വിഭാഗത്തുൾപ്പെടാ അല്ലാഹു നമുക്ക് ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഒരു വിഭാഗത്തിൽപ്പെടാൻ നമുക്ക് ഭാഗ്യം തരട്ടെ. ബഹുമാനമുള്ളവരെ, ഒരുപാട് ഹദീസുകളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖബർ ജീവിതത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞതുപോലെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരാളെ പോലും നിങ്ങൾ പള്ളിക്കാട്ടി കൊണ്ടു നടക്കൂല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ. ഖബറിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ നാം അറിഞ്ഞിരുന്നുവെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരാളെ പോലും നിങ്ങൾ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവരികയില്ല എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അത്രയേറെ ഭയപ്പാടാണ് ഖബർ എന്നുള്ളത്.
അള്ളാഹു നമ്മുടെ ഖബർ ജീവിതം എളുപ്പമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ളവരെ, ആ ഖബർ നമുക്ക് രക്ഷപ്പെടണം. ആ ഖബറിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രമാണ് പരലോകം രക്ഷപ്പെടാൻ പറ്റൂ. സിറാത്തുൽ മുസ്തഖീം എന്ന പാലം കടന്നു പോകാൻ പറ്റും. ബഹുമാനമുള്ളവരെ, അതുകൊണ്ട് ഖബർ ജീവിതം വല്ലാത്ത അത്ഭുതകരമായ ജീവിതമാണ്. സിറാത്ത് എന്ന പാലം കടന്നാലാണ് സ്വർഗത്തിൽ കടന്നു പോകാൻ പറ്റും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഒരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം എന്നറിയോ? സ്വഹാബത്തിനോട് വന്നിട്ടുണ്ട്. സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബ, ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു. എന്താണ് സ്വപ്നം? നമ്മൾ സ്വപ്നം കാണും, സ്വപ്നം കാണൂലേ? സ്വപ്നം കാണും, ഒരുപാട് സ്വപ്നം കാണും, അർത്ഥമില്ലാത്ത ഒരുപാട് സ്വപ്നങ്ങൾ. ബഹുമാനമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബ, ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു. സ്വഹാബത്ത് ചോദിച്ചു, എന്താണ് നബിയെ സ്വപ്നം കണ്ടത്? റസൂലുള്ളാഹി അങ്ങനെ സാധാരണ സ്വപ്നം കാണൂല, സാധാരണ സ്വപ്നം കാണൂല. റസൂലുള്ളാഹിയോട് ചോദിക്കുന്നു, എന്താണ് സ്വപ്നം എന്ന് ചോദിക്കുമ്പോൾ റസൂൽ പറയുന്നു, എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ നാളെ മരണപ്പെട്ട് ഖബറാകുന്ന ജീവിതത്തിൽ രക്ഷപ്പെടണം. ഖബറാകുന്ന ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ദുനിയാവിലെ സുഹൃത്തുക്കൾ ചെയ്യണം. അങ്ങനെ ആ ഖബർ രക്ഷപ്പെട്ടുകൊണ്ട് സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്തിലേക്ക് കടന്നു വരും. ആ കടന്നു വരുമ്പോൾ സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്തിൽ ഒരു പ്രകാശത്തിന്റെ വേഗതയിൽ, ഒരു മിന്നലിന്റെ വേഗത്തിൽ കടന്നു പോകുന്ന വിഭാഗമുണ്ട്. ഇഴഞ്ഞിഴഞ്ഞു പോകുന്നവരുണ്ട്. പക്ഷേ ഒരു വിഭാഗം ആളുകൾ സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്തിൽ ഇങ്ങനെ പയ്യെ പയ്യെ പോകുമ്പോൾ ഒരു വിഭാഗം ആളുകൾ കാല് വഴുതി കത്തിക്കാളും നരകത്തിലേക്ക് വീഴാൻ പോകുമ്പോൾ ഒരു അമൽ അവിടെ പ്രത്യക്ഷപ്പെടും. ആ അമൽ അവരെ വന്ന് കൈ നീട്ടി കൊടുക്കും. ആ കൈ പിടിച്ചവർ നേരെ സ്വർഗത്തിൽ പോകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു അമൽ ദുനിയാവിൽ ചെയ്താൽ ഖബർ ജീവിതം രക്ഷപ്പെടുമത്രേ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. മീസാൻ എന്ന ത്രാസിൽ നന്മയുടെ ഭാരം അധികരിക്കും. വലം കൈയിൽ കിതാബ് തരും. സന്തോഷവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടും. മഹ്ശറാവൻ സഭ, ആരാരും സഹായിക്കാനില്ലാത്ത കത്തിക്കാളുന്ന സൂര്യൻ, കിലോമീറ്ററുകളോളം ദൂരത്ത് നിൽക്കുന്ന സൂര്യന്റെ ചൂട് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അരുണന്റെ കിരണങ്ങളേറ്റ് വിയർപ്പിനാൽ മുങ്ങി കുളിച്ച് നിൽക്കുന്ന മഹ്ശറയുണ്ടല്ലോ. ആ മഹ്ശറയിൽ ഉപ്പാക്ക് ഉമ്മാനെ വേണ്ട, മക്കൾക്ക് മാതാപിതാക്കളെ വേണ്ട, കാമുകന് കാമുകിയെ വേണ്ട, ഒരു രാഷ്ട്രീയ നേതാവിന് അനുയായിയെ വേണ്ട, അനുയായിക്ക് നേതാവിനെ വേണ്ട, ആരുമാരെയും തിരിച്ചറിയാത്ത, ആരുമാരെയും ഓർക്കാത്ത പടച്ച തമ്പുരാന്റെ മഹ്ശറയില്ലേ. കൈയൊന്നുയർത്തിയ സൂര്യനെയാണ് അവന്റെ കൈമുട്ടുന്നത്. വല്ലാതെ പേടിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്ന മഹ്ശറ. ആ മഹ്ശറയിൽ വല്ലാത്ത പേടിയാണ്. ആരുമാരെയും തിരിച്ചറിയൂല, ആരുമാരെയും ഓർക്കൂല. കത്തുന്ന ശംസേ ഒരു ചാടുമേലേ, കത്തിപ്പടരുന്ന ചൂടാണു താഴെ. റഹ്മാനെ നിന്നാലേ എത്തുന്നു ഞങ്ങൾ, ആർത്ത് വിളിക്കുന്നു യാ നഫ്സി നഫ്സി, ആർത്ത് വിളിക്കുന്നു യാ നഫ്സി നഫ്സി. അവിടെ എല്ലാവരുടെയും വായിൽ വരുന്നത്, റബ്ബേ എന്നെയും രക്ഷിക്കണേ അല്ലാ. പ്രവാചകന്മാർ പോലും പറയുമല്ല, റബ്ബേ മഹ്ശറയിലും രക്ഷിക്കണേ അല്ലാ, മഹ്ശറയിലും രക്ഷിക്കണേ അല്ലാ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന വാഴക്കാട് മജ്‌ലിസ് നൂറിൽ പങ്കെടുത്ത ഉപ്പ, എന്റെ പെങ്ങളെ, നിങ്ങൾ ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്ത്, ഒരുപാട് സ്നേഹം കൊടുത്ത്, വാങ്ങുന്നതെല്ലാം പറയുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുന്ന നിങ്ങളുടെ മക്കളുണ്ടല്ലോ. മക്കൾക്കൊന്നും വാങ്ങിക്കൊടുക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, മക്കളെ സ്നേഹിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ വളർത്തി വലുതാക്കിയ മക്കള് നാളെ പടച്ചവന്റെ പരലോകത്ത് പടച്ച തമ്പുരാനോട് പറയുന്നത് എന്തെന്നറിയോ? അല്ലാഹുവേ, എന്റെ ഉപ്പാനെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ, എന്റെ ഉപ്പാനെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ, അവരെ ഒന്ന് കമഴ്ത്തി കിടത്തിയിട്ട് അവരുടെ മുതുകത്ത് ചവിട്ടി നിന്നുകൊണ്ട് ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ എന്ന് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ മക്കളെ ദുനിയാവിൽ വളർത്തിയെടുക്കുന്നത്. അതുകൊണ്ട് മക്കൾക്ക് ദീനീ ബോധം കൊടുക്കണേ, ഇല്ലെങ്കിൽ ഖബർ വല്ലാത്ത ഇടുക്കത്തിലാണ്. ഖബർ രക്ഷപ്പെടുത്താൻ ആരും വരൂല, പരലോകം രക്ഷപ്പെടുത്താൻ ആരും വരൂല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു അമല്, പരലോകം രക്ഷപ്പെടാ, ഖബർ ജീവിതം രക്ഷപ്പെടാൻ സിറാത്തുൽ മുസ്തഖീം എന്ന പാലം മിന്നൽ വേഗത്തിൽ കടന്നു പോകാം. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നു.
വരുന്ന ഒരു അമലുണ്ട്. ആ അമല് ചെയ്താ വല്ലാഹി 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 ഖബർ ജീവിതം രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ അമൽ ചെയ്താ നിങ്ങൾ ഖബർ ജീവിതം രക്ഷപ്പെടുമുമ്പ മക്കളെ രക്ഷപ്പെടുത്തുമെന്നുള്ള ഓർമ്മ വേണ്ട, മക്കളെ രക്ഷപ്പെടുത്തുമെന്നുള്ള ഉറപ്പ് വേണ്ട. അതുകൊണ്ടല്ലേ മരണപ്പെട്ട പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് കിടന്നു ചെല്ലുമ്പോ കിടന്നുറങ്ങുമ്പോ വെള്ളിയാഴ്ച നമ്മുടെ മക്കള് പള്ളിയിലേക്ക് കടന്നു പോകുമ്പോ ഒരുപാട് നാളുകളായ പള്ളിയുടെ ഇരുളിന്റെ തടവറകിൽ അരികിൽ മണ്ണാണ്, അടിയിൽ മണ്ണാണ്, മുകളിൽ മണ്ണാണ്. അങ്ങനെ മണ്ണ് കൊണ്ടുള്ള പച്ചമണ്ണിന്റെ തറകിൽ അങ്ങനെ കിടക്കുമ്പോ മക്കള് പള്ളിയിലേക്ക് കടന്നു വരുമ്പോ വല്ലാത്ത സന്തോഷിക്കും ഉമ്മ. എന്റെ ഉമ്മമാര് സന്തോഷിക്കും. അല്ലാഹുവേ, ഞാൻ മരണതുല്യ വേദന സഹിച്ച എന്റെ പൊന്നുമോനാണല്ലോ പള്ളിയിലേക്ക് കടന്നു വരിക. ഉപ്പമാര് സന്തോഷിക്കും. റബ്ബേ, എന്റെ ചോര നീരാക്കി പൊന്നുമോന് വേണ്ടിയാണല്ലോ, ആ മനുഷ്യന് ആ പൊന്നുമോന് വേണ്ടിയാണല്ലോ അവൻ പള്ളിയിലേക്ക് കടന്നു വരുമല്ലോ. എന്റെ ഖബറിൽ വന്നുകൊണ്ട് അല്ലാഹുവേ, ഇതെന്റെ ഉമ്മിച്ചയാണ്, ഇതെന്റെ ഉപ്പിച്ചയാണ്. അല്ലാ, എനിക്ക് വേണ്ടി ചോര നീരാക്കി എന്റെ ഉപ്പ. റബ്ബേ, ജീവിതത്തിൽ നല്ല കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്റെ ഉമ്മ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അറിവ് അവർക്കില്ല. അല്ലാഹുവേ, അവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. ഈ ഇരിക്കുന്ന ഉപ്പമാരുടെ ഉമ്മമാരുടെ പെങ്ങന്മാരുടെ എത്രയോ ഉമ്മമാരാണ് മരണപ്പെട്ടു പോയിരിക്കുന്നത്, എത്രയോ ഉപ്പമാരാ മരണപ്പെട്ടു പോയിരിക്കുന്നത്. അവരൊക്കെ പട്ടിണി കിടന്നിട്ടല്ലേ നമുക്ക് ഭക്ഷണം തന്നത്, അവരൊക്കെ ത്യാഗം ചെയ്തല്ലേ നമ്മളെ ഇത്രയേറെ എത്തിച്ചത്. സുഖമെന്താണെന്ന് അവരറിഞ്ഞിട്ടില്ല. രാത്രി വൈകാതെ എങ്ങാനും ഒരു പനി പിടിച്ചുകൊണ്ട് നാം ഒന്ന് കരഞ്ഞ, ഉറക്കത്തിൽ ഉറന്നുകൊണ്ട് നാം ഒന്ന് കരഞ്ഞ, അവർക്ക് പിന്നെ ഉറക്കമില്ല. കളിച്ചുകൊണ്ടിരിക്കുമ്പോ ആ മക്കളുടെ കാലം തട്ടിമുറിഞ്ഞ ഉപ്പമാർക്ക് പിന്നെ ജീവിതമില്ല. വല്ലാതെ തേങ്ങലാണ്, വല്ലാത്ത കരച്ചിലാണ്. റബ്ബേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മാന്റെ ഖബർ, ഉപ്പാന്റെ ഖബർ നീ വിശാലമാക്കണേ റബ്ബേ, വിശാലമാക്കണേ അല്ലാ. ഈ സദസ്സിന്റെ പോരിച്ച കൊണ്ട് കണ്ണിയത്ത് ഉസ്താദിന്റെ ബർക്കത്ത് കൊണ്ട് മരണപ്പെട്ടു പോയ ഉമ്മാന്റെ ഖബർ വിശാലമാക്കണേ അല്ലാ, ഉപ്പാന്റെ ഖബർ വിശാലമാക്കണേ അല്ലാ. ഞങ്ങൾ മരിക്കുമ്പോ റബ്ബേ, പൊട്ടിത്തകർന്ന മാനസവുമായി ഞങ്ങളുടെ ഖബറിനരികിൽ വന്ന് നിൽക്കുന്ന ആലിമീങ്ങളായ മക്കളെ തരണേ അല്ലാ, ഹാഫിലീങ്ങളായ മക്കളെ തരണേ അല്ലാ. നിന്റെ ദീനിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന, വഴിപ്പെട്ട് ജീവിക്കുന്ന മക്കളെ തരണേ അല്ലാ. എന്റെ ബഹുമാനമുള്ളവരെ, ആ പള്ളിക്കാട്ട് കിടക്കുമ്പോ മകൻ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് പള്ളിയിലേക്ക് വരുമ്പോ ഉമ്മ പറയും, റബ്ബേ, അയൽവാസികളോട് പറയുമെന്നാണ് എന്റെ മോനാ കടന്നു വരുന്നത്, എന്റെ പൊന്നു മോനാ കടന്നു വരുന്നത്. ഉമ്മിച്ചയോട് സ്നേഹമുണ്ട്, ഉപ്പിച്ചയോട് സ്നേഹമുണ്ടെന്ന് അയൽവാസികളോട് ഊറ്റം കൊണ്ട് അഹങ്കാരത്തോടു കൂടി കബറാളികൾ പറയുമ്പോ എന്റെ റബ്ബേ, ആ മകനുണ്ടല്ലോ ഉമ്മാന്റെ ഖബർ മറന്നുപോയി, ഉപ്പാന്റെ ഖബർ മറന്നുപോയി. ആ മകൻ പള്ളിക്കാട്ടിലൂടെ കടന്നു വന്നിട്ട് പള്ളിയുടെ മൂത്രപ്പുരയിൽ കയറി മൂത്രവും ഒഴിച്ചിട്ട് പള്ളിയിലേക്ക് നടന്നു പോകുമ്പോ ആ ഉമ്മാന്റെ കൽബ് പിടയും, ഉപ്പാന്റെ കൽബ് പിടയും, നമ്മുടെ കൽബ് പിടയും. റബ്ബേ, എത്ര ആയുസ് കഷ്ടപ്പെട്ട് വളർത്തിയവരാ. എന്റെ പൊന്നുമോനെ, ഒരു യാസീനോദടാ, എന്റെ ഖബറിൽ വന്നൊന്ന് യാസീനോദടാ, ഒരു ഫാത്തിഹ ഓതടാ, ഒരു സലാമെങ്കിലും എന്റെ ഖബറിൽ വന്നൊന്ന് പറയടാ എന്ന് പറയുന്ന ഖബറാളികൾ കൂട്ടത്തിൽ പെടാൻ പാടില്ല. അല്ലാഹുവേ, ശബ്ദം ശ്രമിക്കുന്നവർ സാധുക്കളാണ്. അല്ലാഹുവേ തമ്പുരാനെ, അവരെ നീ കബൂലാക്കണേ അല്ലാ. ആഖിറം രക്ഷപ്പെടണമെന്ന ആഗ്രഹത്തിലാണ് ഉപ്പമാരെ കടന്നു വന്നത്, ഉമ്മമാരെ കടന്നു വന്നത്. അതുകൊണ്ട് മക്കളെ ദീനിന്റെ മാർഗത്തിൽ വളർത്തിയ, മക്കളെ ദീനിന്റെ മാർഗത്തിൽ വളർത്തിയ, പടച്ചവന്റെ ദീനിന് വേണ്ടി വളർത്തിയ, അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി വളർത്തിയ, ദീനീ സംരംഭങ്ങൾക്ക് വേണ്ടി വളർത്തിയ അല്ലാഹുവേ, മക്കള് വാള നിനക്ക് ഉപകാരപ്പെടും. അല്ലാഹ്, മക്കളെ ദുനിയാവിന് വേണ്ടി വളർത്താൻ പാടില്ല.
പാടില്ല. അതുകൊണ്ട് തീരുമാനമെടുക്കുക, ഞാൻ മരണപ്പെട്ട് കബറാകുന്ന ഇരുളിന്റെ തടവറയിൽ കഴിയുമ്പോ എന്റെ മക്കൾ എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ, എന്റെ മക്കള് രക്ഷപ്പെടുത്തണേ അല്ലാ, നമ്മുടെ പരലോകം നീ രക്ഷപ്പെടുത്തണേ അല്ലാ എന്ന് ദുആയിരക്കണേ. അതിന് അല്ലാഹു ഭാഗ്യം തരട്ടെ. ആ ഒരു ചിന്തയില് ഇൻഷാ അല്ലാഹ് ഇത്രയേറെ നിറഞ്ഞിരിക്കുന്ന നൂറുകണക്കാന പതിനായിരക്കണക്കിന് ഉമ്മ-പെങ്ങന്മാരുണ്ട്, ഉപ്പമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് സംഘാടകരെ നിങ്ങളെടുക്കലേ ഒരു ബക്കറ്റ് കൊണ്ടുവരാൻ ഇന്നത്തെ സദഖ അല്ലാഹുവേ എന്നാൽ കഴിയുന്ന സഹായം എന്താണെങ്കിലും റബ്ബേ അല്ലാഹുവേ ഇടുന്ന ബക്കറ്റിൽ എന്റെ ഖബർ ജീവിതം രക്ഷപ്പെടണം ആഗ്രഹിക്കുന്നവരാ. ഈ വാഴക്കാടിന്റെ പള്ളികളുടെ പരിസരത്ത് മക്കള് കിതാബോധി പഠിക്കുമ്പോ അല്ലാഹുവേ അവരുടെ ദുആയുടെ ബറക്കത്ത് കൊണ്ട് ഞാൻ ഈ പള്ളികളുടെ പരിസരത്താ വന്ന് കിടക്കേണ്ടത്. അപ്പൊ മക്കള് വന്ന് എനിക്ക് വേണ്ടി എന്റെ മക്കൾ ദുആയിരക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷേ എനിക്ക് വേണ്ടി ദുആയിരക്കുന്ന ഹാഫിളീങ്ങളെ നീ തരണേ അല്ലാ, എന്റെ മക്കളെ നീ ഹാഫിളാക്കണേ അല്ലാ, എന്റെ മക്കളെ നീ ആലിമാക്കണേ അല്ലാ. നമ്മുടെ ഖബർ ജീവിത രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ആഗ്രഹം വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് കമ്മിറ്റി ഭാരവാഹികളെ നിങ്ങളിലേക്ക് ഒരു ബക്കറ്റ് കൊണ്ടുവരികയാണ്. ഞാൻ അധികമൊന്നും ചോദിക്കുന്നില്ല, പക്ഷേ അല്ലാഹുവേ ആ ഖബർ ജീവിത രക്ഷപ്പെടാ, എന്റെ ഖബർ ജീവിത രക്ഷപ്പെടണമെന്ന് ആഗ്രഹത്തില് ഞാനിതാ എന്നാൽ കഴിയുന്ന ഒരു സഹായം ഞാനിതാ ഈ പരിപാടിയിലേക്ക് സംഘടിപ്പിക്കുകയാണ്. അതിന്റെ ബറക്കത്ത് കൊണ്ട് ആരാര് സഹായത്തിനില്ലാത്ത ആ ഖബറിന്റെ ജീവിതം എനിക്ക് നീ വെളിച്ചമാകണേ അല്ലാ, നീ വെളിച്ചമാകണേ അല്ലാ എന്ന ഒരൊറ്റ നീയത്തിൽ നിങ്ങൾ തീരുമാനമെടുക്കുക. എന്റെ മക്കൾ എനിക്ക് വേണ്ട, എന്റെ മക്കൾ എനിക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല, പക്ഷേ അല്ലാഹുവേ ഇതുപോലുള്ള ദീനിയായ സദസ്സുകളാണ് എനിക്ക് ജീവിതത്തിൽ ഒരുപാട് ആവേശം വരിക എന്ന നീയത്തില് ഇൻഷാ അല്ലാഹ് എന്റെ ഖബർ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടി ഒറ്റ നീയത്തില് നിങ്ങളിതാ നിങ്ങളിലേക്ക് വരുമ്പോ ഒരു സംഭാവന ബക്കറ്റിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ഇൻഷാ അല്ലാഹ് മഹാനായ ഉസ്താദ് അവർക്ക് കടന്നു വരാൻ സമയമായി. ഇൻഷാ അല്ലാഹ് ഉസ്താദ് നിങ്ങൾക്ക് വേണ്ടി ദുആയിരക്ക് അല്ലാഹുവേ തമ്പുരാനെ ആരാടോ ആ ബക്കറ്റിലേക്ക് ആരെല്ലാം അതിൽ ഭാഗഭാഗാകുന്നു ആ ഇടുന്നതിന്റെ വലിപ്പമനുസരിച്ച് അവരുടെ ഖബർ നീ കണ്ടെത്താ ദൂരത്തോളം വിശാലമാക്കണേ അല്ലാ. ആ ശരീരത്തെ പുഴുക്കൾ തിന്നുന്ന അല്ലാഹുവേ അല്ലാഹുവേ പാമ്പുകൾ കുത്തിവലിക്കുന്ന റബ്ബേ മാരകമായ വിഷജന്തുക്കൾ കുത്തിവലിക്കുന്ന കബറാളികളുടെ കൂട്ടത്തിൽ നീ പെടുത്തല്ലേ അല്ലാ. അസ്ഥിപഞ്ജരങ്ങളെല്ലാം ഭസ്മമാകുന്ന തരത്തിൽ പറഞ്ഞിരിക്കുന്ന വിഭാഗമുണ്ട് അല്ലാഹുവേ തമ്പുരാനെ. ഒരു ചെറുപ്പക്കാരൻ കോട്ടയം ജില്ലയിൽ തിരുവാർപ്പ് എന്ന് പറയുന്ന പ്രദേശത്ത് ഞാൻ വന്നിന് പോയപ്പോ ഒരു ചെറുപ്പക്കാരൻ എന്നോട് വന്ന് പറഞ്ഞു, ഉസ്താദേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. വേദനയോടുകൂടിയാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, റമളാൻ മാസമുണ്ടല്ലോ, ലൈലത്തുൽ ഖദറിന്റെ രാത്രി ഉണ്ടല്ലോ, ആ ലൈലത്തുൽ ഖദറിന്റെ രാത്രി ഒരുപാട് പ്രതിഫലത്തിൽ 170 ഇരട്ടി പ്രതിഫലമുള്ള റമളാൻ മാസമുണ്ടല്ലോ. ഒരു ദിവസം അവസാനത്തെ 10 ഒരു ദിവസം ഞാൻ പള്ളിയിൽ ഇത്തിക്കാഫിരിക്കുകയാണ്. അങ്ങനെ ഇത്തിക്കാഫിരുന്നപ്പോ അല്ലാഹുവേ തമ്പുരാനെ എനിക്ക് ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരുന്നപ്പോ എന്റെ മനസ്സിലൊരു ചിന്ത വന്നു. എനിക്ക് ജന്മം തന്ന എന്റെ ഉപ്പാന്റെ ഖബർ പള്ളിയിലാണ്, അതുകൊണ്ട് ആ പള്ളിയിലേക്ക് ആ പള്ളിക്കാട്ടിലാണ്. ആ ഉപ്പാനെ ഒന്ന് സിയാറത്ത് ചെയ്യണമല്ലോ, ആ ഉപ്പാനെ ഒന്ന് സിയാറത്ത് ചെയ്യണമെന്ന ആഗ്രഹത്തില് ഞാൻ ആ പള്ളിക്കാട്ടിലേക്ക് കടന്നു ചെന്നു. എനിക്ക് യാതൊരു ഭയം തോന്നിയില്ല. എന്റെ ഉപ്പിച്ചയാണല്ലോ, എന്റെ നാടാണല്ലോ, എന്റെ പള്ളിയാണല്ലോ എന്ന ചിന്തയിലാണ് ഞാൻ പള്ളിയിലേക്ക് കടന്നു ചെന്നത്. വല്ലാഹി ഞാൻ കളവ് പറയുന്നതല്ല, ഞാൻ ടോർച്ചടിച്ചുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് ചെന്നപ്പോ സുബ്ഹാനല്ലാഹ് അല്ലാഹ് അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. അവസാനത്തെ 10 ഒരു ദിവസം ഞാൻ എന്റെ ഉപ്പച്ചാന്റെ ഖബറിൽ ചെന്നപ്പോ ആ ഖബറിൽ നിന്നൊരു പാമ്പ് പുറത്തേക്ക് വരികയാണ്. അതിന്റെ മീസാൻ കല്ലിന്റെ അടിയിലായിട്ടൊരു ദ്വാരമുണ്ട്. ആ ദ്വാരത്തിൽ നിന്ന് ഒരു പാമ്പ് പുറത്തേക്ക് വന്നു. ഉസ്താദേ എന്റെ ഉപ്പിച്ചാന്റെ ഖബർ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടി ദുആയിരക്കണമെന്ന പൊന്നുമോനും പൊട്ടിത്തകർന്നുകൊണ്ട് പറഞ്ഞെങ്കിൽ പാമ്പ് വന്ന് കടിക്കുമെന്ന് നിങ്ങളെ പേടിപ്പെടുത്താൻ പറയുന്നതല്ല. ഈ അടുത്തിടെ കോട്ടയം ജില്ലയിലെ തിരുവാർപ്പിൽ സംഭവിച്ച സംഭവമാണ് ഞാൻ പറയുന്നത്. തീരുമാനമെടുക്കുക അല്ലാഹുവേ,
ഒരുപാട് അമലൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. അതുകൊണ്ട് നമ്മുടെ ഖബർ നമുക്ക് രക്ഷപ്പെടണം, നമ്മുടെ ഖബർ ജീവിതം നമുക്ക് രക്ഷപ്പെടണം. അതുകൊണ്ട് അല്ലാഹുവേ എന്റെ ഖബർ ജീവിതം രക്ഷപ്പെടാ എന്നാ കഴിയുന്ന ഒരു സഹായം ഈ മജ്‌ലിസ് നൂറിന്റെ പരിപാടിയിലേക്ക് ഞാൻ ഇടുകയാണെന്ന നിയ്യത്തില് ഞാനിതാ ബക്കറ്റിലേക്ക് നിക്ഷേപിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് സംഘാടകരെ നിങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ കഴിയുന്ന സാമ്പത്തികമായ പരാതി അനുഭവിക്കുന്ന സമയമാണെന്നറിയാം. നിങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോ നിങ്ങളാ കഴിയുന്ന സഹായം ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് പള്ളിക്കാർക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലാഹു നമ്മുടെ സദഖകളെല്ലാം നാളെ പടച്ചവന്റെ പരലോകത്തിൽ ഉപകാരപ്രദമാകുന്ന ഒരു ജാരിയായ സദഖയാക്കി മാറ്റി അനുഗ്രഹിക്കട്ടെ. ബഹുമാനമുള്ളവർ, ഇതാണ് ഖബർ ജീവിതം. ഖബർ ജീവിതം രക്ഷപ്പെടണം, ഖബർ ജീവിതം രക്ഷപ്പെടേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഖബർ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടി റസൂലുള്ളാഹി പറഞ്ഞ സ്വപ്നത്തിന്റെ കാര്യം ഞാൻ മറന്നിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് ഖബറിൽ രക്ഷപ്പെടാൻ 1-2 മാർഗങ്ങൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അതും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. അതിനുമുമ്പ് നിങ്ങളിലേക്ക് സംഘാടകർ വരുമ്പോൾ ബക്കറ്റിൽ എന്താണോ കഴിയുന്നത് അത് നിങ്ങൾ കാണണം. ചില്ലറ വാരിയിടണ്ട, പഴയ നോട്ടാലും കുഴപ്പമില്ല, മാറ്റിയെടുക്കും. മറ്റേ കാര്യം മാറ്റിയെടുത്തോളൂ. ബഹുമാനമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സ്വപ്നം ഇന്ന് കേൾക്കണ്ടേ? വേണ്ടേ? പരലോകം രക്ഷപ്പെടണ്ടേ? ഖബറിൽ രക്ഷപ്പെടണ്ടേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന സ്വഹാബ, ഞാൻ സ്വപ്നം കണ്ട സ്വപ്നം മറ്റൊന്നുമല്ല. സിറാത്ത് എന്ന പാലം ഞാൻ കടന്നു പോകുമ്പോ, ഉമ്മത്ത് കടന്നു പോകുമ്പോ അവർ കാല് വഴുതി നരകത്തിലേക്ക് വീഴാൻ പോവാം. നരകത്തിലേക്ക് വീഴാൻ പോകുമ്പോൾ അവരെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭ ഇവിടെ കടന്നു വരും. ആ ഒരു അമൽ കടന്നു വന്നിട്ട് അവരിലേക്ക് കൈ നീട്ടിക്കൊടുക്കും. ആ കൈ പിടിച്ചുകൊണ്ട് അവർ നാളെ അള്ളാഹുവിന്റെ അനന്തകോടി അനുഗ്രഹങ്ങൾ അലതല്ലുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകും. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത്രേ. ഏതാണ് അമലം എന്നറിയണ്ടേ? അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറയുന്ന, നബിയേ ഏതമലാണെന്ന് പറയണം നബിയേ. എത്ര വലിയ പാടുള്ള കാര്യമാണെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കൊണ്ടുവരാൻ തയ്യാറാ, ഞങ്ങൾ തയ്യാറാണ് നബിയേ. എന്റെ വാഴക്കാട് ഒരുമിച്ച് കൂടിയ പെങ്ങളെ, നിങ്ങൾ ചെയ്യാൻ ഒരുക്കമാണോ? നിങ്ങൾ ചെയ്യാൻ ഒരുക്കമാണെങ്കിൽ ഞാൻ പറയാൻ പോവാട്. 114 മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്ന, സഹാബ, സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്തില് മിന്നൽ വേഗത്തിൽ കടന്നു പോകുന്ന വിഭാഗത്തില്, ആ വിഭാഗത്തിനെ കൈപിടിച്ച് ആനയിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ആ ഒരു പ്രവർത്തനം എന്തെന്നറിയോ? ശബ്ദം ശ്രവിക്കുന്ന യുവത്വമേ, നിന്റെ ജീവിതത്തിലേക്ക് യമലങ്ങ് കടന്നു വരട്ടെ. ശബ്ദം ശ്രവിക്കുന്ന പെങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ യമലങ്ങ് സജീവമാകട്ടെ. അതിന് അല്ലാഹു ഭാഗ്യം തരട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന, സഹാബ, അത് മറ്റൊന്നുമല്ല, അത് മറ്റൊന്നുമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാമത് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ? അത് എന്റെ പേരിലുള്ള സ്വലാത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ, ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ, മദീനയുടെ മന്ദമരുതരെ നബി മുഹമ്മദ് മുസ്തഫ. ഞങ്ങളെ കഷണം കഷണമായി വെട്ടിമുറിക്കപ്പെട്ടാൽ ഞങ്ങളുടെ ആത്മീയത, ഞങ്ങളുടെ ചോര ചെന്ന് ചേരാൻ ആഗ്രഹിക്കുന്ന മദീനയുടെ മരതകമേ, ഞങ്ങളുടെ നിർജീവമായ ശബ്ദത്തിന്റെ ഉടമയെ, ഞങ്ങളുടെ മനസ്സിന്റെ മണണിക്ക കൊട്ടാരത്തിലെ ഞങ്ങളുടെ സന്ദേശകനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് അധികരിപ്പിച്ചാൽ ഖബർ രക്ഷപ്പെടാം. സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്തിൽ ഒരു പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭ നമ്മെ വലയം ചെയ്യുമത്രേ. പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭ നമ്മെ വലയം ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖബർ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസ് എടുത്ത് പിടിച്ചുകൊണ്ട് മഹാനായ സഹൽ റളിയല്ലാഹു തആല പറയുന്നു, ആരെങ്കിലും ഖബർ ജീവിതം രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അത്രേ, മൻ ഹാഫള അലസ്സലാ,
അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അത്രേ മൻ ഹാഫള അലസ്സലാഹ് നമസ്കാരത്തെ ആര് സൂക്ഷ്മത കാണിക്കുന്നുവോ അവൻ കൃത്യമായി നമസ്കരിക്കുന്നവനെന്നല്ല പറഞ്ഞത്, അവൻ കൃത്യമായി 5 വഖ്ത് നമസ്കരിക്കുന്നവനെന്നല്ല പറഞ്ഞത്, മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയോ? മൻ ഹാഫള അലസ്സലാഹ് നമസ്കാരത്തിൽ സൂക്ഷ്മത കാണിക്കുന്നവനുണ്ടോ അവൻ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് കാനത ലഹു وكانت له برها وكانت له نورا وبرها. അതിനാൽ പടച്ചവന്റെ പരലോകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ അവന്റെ ഖബറിൽ വല്ലാത്ത പ്രകാശമാണ്, അവന്റെ പ്രകാശമാണ്, ആ ഖബർ വല്ലാത്ത തെളിവായിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പോയെങ്കിൽ നമസ്കാരത്തെ അലക്ഷ്യമായി കാണുന്ന ഇബത്തവേ അല്ലാഹുവിന്റെ റസൂൽ കൃത്യമായി നമസ്കരിക്കാൻ പറഞ്ഞെങ്കിൽ ഇശാ മഗ്രിബിന്റെ ഇടയിൽ നമസ്കാരത്തെ പുച്ഛം പോലെ തള്ളിക്കളയുന്ന മഗ്രിബ് നമസ്കാരം പിടച്ചടച്ച് നമസ്കരിച്ചുകൊണ്ട് സീരിയലിന് മുന്നിൽ അടയിരിക്കുന്ന മുസ്ലിം പെണ്ണേ, പരസ്യം വരുമ്പോൾ പിടച്ചടച്ചുകൊണ്ട് ഇശാ നമസ്കരിക്കുന്ന പെങ്ങളെ, നിന്റെ ജീവിതത്തിൽ മാറ്റം വരട്ടെ, നിന്റെ ഖബർ ജീവിതം രക്ഷപ്പെടണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു മൻ ഹാഫള അലസ്സലാഹ് മൻ ഹാഫള അലസ്സലാഹ് നമസ്കാരത്തെ സൂക്ഷ്മത പാലിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 1 സ്വലാത്ത് അധികരിപ്പിക്കണം, 2 നമസ്കാരം കൃത്യമാക്കണം, 3 അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഇഹ്ഫദുൽ ഹറാം ഹറാമിനെ സൂക്ഷിക്കണമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹറാമിനെ സൂക്ഷിക്കണം. ഹറാം ഒരുപാട് വഴികളിലൂടെ നമ്മളിലേക്ക് കടന്നു വരും. സമ്പത്തിന്റെ രൂപത്തിൽ കടന്നു വരും, മക്കളുടെ രൂപത്തിൽ നമുക്ക് കടന്നു വരും, പല രൂപത്തിൽ പല കോലത്തിൽ. 21-ാം നൂറ്റാണ്ടിന്റെ പ്രഭാതം പൊട്ടിവിളരുമ്പോൾ ശപിക്കപ്പെട്ടവനായ പിശാച് ലഈൻ എന്ത് ചെയ്യും? പല കോലത്തിൽ പല രൂപത്തിലായി പല കോലത്തിലായി നമ്മെ കടിച്ചു തിന്നാൻ, കാർന്നു തിന്നാൻ, നമ്മുടെ അമലുകളെല്ലാം പൊളിച്ചു കളയാൻ ശപിക്കപ്പെട്ടവനായ പിശാച് കടന്നവരാണ്. അത് വാട്സപ്പിന്റെ കോലത്തിലാകാ, അത് ഫേസ്ബുക്കിന്റെ കോലത്തിലാകാ, അത് മൊബൈലിന്റെ കോലത്തിലാകാ, 16കാരിയുടെ പുഞ്ചിരിയുടെ രൂപത്തിലാകാ, സമ്പത്തിന്റെ രൂപത്തിലാകാ, മക്കളുടെ രൂപത്തിലാകാ, പെൺകുടിമാരുടെ രൂപത്തിലാകാ. ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ യുവാക്കൾ വഴിതെറ്റിപ്പോകുന്ന എന്തിന്റെ പേരിലാ? പെൺകുടിമാരുടെ പേരിലാ. ഒരു പെണ്ണ് ചിരിച്ചു കാണിച്ച അവൻ ദീനിനെ പുറങ്കാലുകൊണ്ട് ചവിട്ടിയെറിയാണ്. അല്ലേ? ആണ്. ഈ അടുത്തിടെ 2-3 ദിവസം മുമ്പ് വിനീതൻ പഠിച്ച മൂവാറ്റുപുഴ പേഴക്കാപ്പള്ളി ജാമിഅ അഹമ്മദിയ റബീഖുൽ സമീപ ചെറുവട്ടൂർ എന്ന് പറയുന്ന പ്രദേശത്ത് കോതമംഗലത്തിനടുത്ത് റുഖ്സാന എന്ന് പറയുന്ന 18 വയസ്സുകാരി 32 വയസ്സുകാരനായ ഒരു ഹൈന്ദവ സഹോദരനോടൊപ്പം പോയി. പ്രസവിച്ച ഉമ്മയെയും ഉപ്പയെയും പുറം കാലുകൊണ്ട് ചവിട്ടി എറിഞ്ഞിട്ട് ഒളിച്ചോടിപ്പോയി. ആദ്യവിവാഹമല്ല, അവനൊരു ഭാര്യയും 2 മക്കളും ഉണ്ട്. അതറിഞ്ഞു വെച്ചുകൊണ്ടാണ് നമ്മുടെ മുസ്ലിം പെൺകുടിമാർ നമ്മുടെ യുവത്വം വഴിതെറ്റിപ്പോകുന്നത്. അള്ളാഹു നമ്മുടെ മക്കളെയെല്ലാം സാലിഹ്യങ്ങളൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. പെണ്ണ് എന്ന് പറയുന്നത് വല്ലാത്തൊരു വിഷയം തന്നെയാണ്. അങ്ങനെയാണ് അല്ലാഹു റസൂൽ വളരെ സൂക്ഷിക്കാൻ പറഞ്ഞ കാര്യമാണ്. പ്രവാചകന്മാർ ഒരുപാട് സൂക്ഷിച്ച കാര്യമാണ്. അല്ലേ? ഈ പെണ്ണുകാരാണല്ലേ സ്വർഗത്തിൽ നമുക്ക് പുറത്താക്കപ്പെട്ടത്? അല്ലേ? അങ്ങനല്ലേ? നമ്മുടെ സ്വർഗത്തിൽ പോകേണ്ടവരാ, ജനിക്കുമ്പോഴേ സ്വർഗത്തിൽ ജീവിക്കേണ്ടവരായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം? ഇരിക്കുന്ന സാധനങ്ങൾ ആറ്റം ബോംബുകളാ. ഒരുപാടങ്ങ് അടുപ്പിക്കാനും പറ്റൂല, ഒരുപാടങ്ങ് അകത്താനും പറ്റൂല. ഇപ്പൊ താത്താമാര് പറയും, ആര് പറയുമ്പോൾ നമുക്ക് കിട്ടിയ കൊട്ടവസാനം നമ്മൾ എന്നെ സ്വർണ്ണം ഒരു തരണോ? ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തി പറയുന്നതല്ലേ. സമുദായം ഒരുപാട് പിന്നോക്കം പോയി. ഇല്ലേ? ചരിത്രം നമ്മൾ സ്വർഗത്തിൽ കഴിയേണ്ടവരാ. ചരിത്രം നമുക്കറിയില്ലേ? എന്താ? നാഗപതിവില്ലാതെ നബീനല്ല പടയ്ത്താനെ, നാരീ ഹൗവ ബീവി രണ്ടാളും ഒരുമിച്ചാനെ, ഏക പഴം തിന്നര് തിന്നറയോനറിയിച്ചാനെ, ഏക പഴം തിന്നര് തിന്നറയോനറിയിച്ചാനെ, ഏകേ പേരകെ മൽഹൂന വിടന്ന ചതിച്ചാൻ വന്നത്ത് തിന്നത്ത് എത്താണിപ്പഴമിങ്ങളിറത്ത് തിന്നാത്ത് ചെന്നാത്ത് തന്നിലുള്ള കാനിയൊക്കെ ഈലമ്മിക ജാതിയാണിത് നാദരേമേതുറാമണി ഷാവിയെന്നുമേ പാടി അമ്മുശീലപരാടി വന്നപഴം പറിച്ചോടി തിന്നവർ തങ്ങളുടെ ചങ്കലുടുങ്ങിയ മങ്കയലങ്കി വിളങ്ങി വിശങ്കിയും ആകെ ചുറ്റിലകത്തില് മെത്തനകത്തില് കത്തനമൈത്തിരി വിത്തരുണത്തില് മുത്തനബിയുള്ള ജന്മദിനൂർ മുഹമ്മദരാകിയ ആദം മക്കളിലൊക്കെ മികത്തൊരു തക്ക വിളക്കൊളി മുക്കിയ മക്കനകക്കത് ശിക്ക് ഹബീബുള്ളാഹ്.
എന്താ അത്തളപുത്ര തവളാച്ചി നല്ല പാട്ട്. എന്താ മഹാനായ മോൻകുട്ടി വൈദ്യര് ആ ഒരൊറ്റ വരിയിലുണ്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മഹദിയായ ഹവ്വ റളിയല്ലാഹു തആലയുടെ ജീവിതചരിത്രം മുഴുവനും ഇതിനകത്തുണ്ട്. അതൊക്കെയാണ് പാട്ട്. ബഹുമാനമുള്ളവരെ, എന്താ പറഞ്ഞു വന്നേ, സ്ത്രീകൾ എന്ന് പറയുന്നത് വല്ലാത്തൊരു വിഷയമാണ്. അപ്പൊ ഹറാമിനെ സൂക്ഷിക്കണം. പല കോലത്തിൽ നമ്മൾ ഹറാമ് കടന്നു വരും. വയറിനെ, പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് ആമാശയത്തിലേക്ക് പോകുന്ന വയറിനെ നാം സൂക്ഷിക്കുന്നത് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അനാഥരുടെ മുതൽ നമ്മുടെ വയറിലേക്ക് കടന്നു പോകാൻ പാടില്ല. യതീമീങ്ങളുടെ സമ്പത്ത് നമ്മുടെ വയറ്റിലേക്ക് കടന്നു പോകാൻ പാടില്ല. ഇൽമ പഠിക്കുന്ന മക്കളുടെ അർഹതമായ സമ്പത്ത് നമ്മുടെ വയറ്റിലേക്ക് കടന്നു പോകാൻ പാടില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മദീനയിലുണ്ടായിരുന്ന ഒരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ചരിത്രം ഒരുപാട് ആഗ്രഹിക്കുന്ന, ചരിത്രം ഒരുപാട് ഇഷ്ടപ്പെടുന്ന എന്റെ ഉമ്മമാർക്ക് വേണ്ടി ഒരു ചരിത്രം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ ബഹുവന്തരായ ചെറുവാളൂർ ഉസ്താദ് ഇവിടെ ദുആ മജ്‌ലിസിന് വേണ്ടി എത്തിപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹുവേ, ആ മഹാനുഭാവൻ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ആരോഗ്യം പ്രദാനം ചെയ്യണേ അല്ലാഹ്, ദീർഘായുസ്സനെ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ തമ്പുരാനെ, മഹാനുഭാവന്റെ ഗുരുത്വവും നീ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ബഹുമാനമുള്ളവരെ, ബഗ്ദാദിലുള്ള അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു തആല സുന്ദരമായ ചരിത്രം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. അധികം ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു തആല ഒരിക്കൽ ഹജ്ജിന് പോയി തിരിച്ചു വരാണ്. ഹജ്ജിന് പോയി തിരിച്ചു വന്ന് കിടന്നുറങ്ങുമ്പോൾ ഒരു സ്വപ്നം കാണാണ്. ആ സ്വപ്നത്തിൽ എന്താ കാണുന്നത്? ഈ അബ്ദുല്ലാഹ്, നിന്റെ ഹജ്ജ് എന്നല്ല, ഈ വർഷം ഹജ്ജ് ചെയ്ത ഒരു മനുഷ്യന്റെ ഹജ്ജ് പോലും പടച്ച തമ്പുരാന് സ്വീകരിച്ചിട്ടില്ല. അല്ലാഹുവേ, നീ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. ഇരിക്കുന്ന ആയിരക്കണക്കാന പതിനായിരക്കണക്കാന ആളുകള് അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനത്തേക്കൊന്ന് കടന്നു ചെല്ലാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ആ മദീനത്തെ മണൽത്തരിയിലേക്കൊന്ന് കാല് കൊണ്ടുപോയി ചവിട്ടാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. അങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു സ്വപ്നം കാണുകയാണ്. ഒരു പ്രാവശ്യം കണ്ടു, രണ്ട് പ്രാവശ്യം കണ്ടു, മൂന്ന് പ്രാവശ്യം അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു സ്വപ്നം കാണാണ്. സ്വപ്നത്തിൽ എന്താ പറയുന്നത്? ഈ വർഷം ഹജ്ജ് ചെയ്ത ഒരാളുടെ ഹജ്ജും അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. മറിച്ച് ബഗ്ദാദിലുള്ള മുവഫഖ് എന്ന് പറയുന്ന ഒരു ചെരുപ്പ് കുത്തിയുടെ, ആ ചെരുപ്പ് കുത്തിയുടെ ഹജ്ജാണ് സ്വീകരിച്ചത്. പക്ഷേ ആ മനുഷ്യൻ ഹജ്ജിന് പോയിട്ടില്ല, ഉംറയ്ക്ക് പോയിട്ടില്ല. ഹജ്ജിന്റെ പ്രതിഫലം കിട്ടി. ആ മനുഷ്യന്റെ ബർക്കത്ത് കൊണ്ട് ഈ വർഷം ഹജ്ജ് ചെയ്ത കോടാനോടെ ഹജ്ജുമാരുടെ ഹജ്ജുമ്മമാർക്ക് ഹജ്ജിന്റെ പ്രതിഫലം കിട്ടിയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുത്തു അത്രേ. അബ്ദുല്ലാഹ് സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം കണ്ടത്? ഹജ്ജ് ചെയ്ത ഒരാളുടെ ഹജ്ജ് പോലും സ്വീകരിച്ചിട്ടില്ല. മറിച്ച് ബഗ്ദാദിലുള്ള ഒരു ചെരുപ്പ് കുത്തിയ മനുഷ്യൻ, ആ മനുഷ്യൻ ഹജ്ജ് ചെയ്യാൻ പോയിട്ടില്ല. പക്ഷേ അവൻ അദ്ദേഹത്തിന് ഹജ്ജിന്റെ കൂലി കൊടുത്തു. അദ്ദേഹത്തിന്റെ ബർക്കത്ത് കൊണ്ട് അന്ന് ആ വർഷം ചെയ്ത മുഴുവൻ ഹജ്ജാജിമാരുടെയും ഹജ്ജുബന്മാരുടെയും ഹജ്ജിന് പ്രതിഫലം കൊടുത്തു എന്ന ചരിത്രം. എന്താ കാരണമെന്നറിയണ്ടേ? ഇത് കേൾക്കേണ്ട താമസം പിറ്റന്ന പ്രഭാതത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു തആല തന്റെ വാഹനവുമായി കുതിരയുമായി ബഗ്ദാദിലേക്ക് പുറപ്പെടുകയാണ്. എന്നിട്ട് ബഗ്ദാദിന്റെ തെരുവോരത്ത് കൂടി ചോദിക്കുകയാണ്, ഐന മുവഫഖ്, ഐന മുവഫഖ്, മുവഫഖ് എവിടെ, മുവഫഖ് എവിടെ, മുവഫഖ് എന്ന് പറയുന്ന മനുഷ്യൻ എവിടെ എന്ന് അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് തട്ടകസിച്ചുകൊണ്ട് ഇങ്ങനെ ആ തെരുവോരത്ത് കൂടി നടക്കുമ്പോ ജനങ്ങൾ ചോദിക്കുന്നു, അബ്ദുല്ലാഹ്, നിങ്ങൾ തിരക്കുന്ന മുവഫഖ് എന്തേ? അപ്പൊ നിങ്ങൾ തിരക്കുന്ന മുവഫഖ് അതാണോ എന്നറിയില്ല. സമുദായത്തിന്റെ താഴെ കിടയിൽ കഴിയുന്നവരാ, പട്ടിണിയാണ്, പരിവട്ടമാണ്, ചെരുപ്പ് കുത്തിയാണ് ആ മനുഷ്യൻ. ആ മനുഷ്യൻ നന്നായിട്ട് വസ്ത്രം ധരിക്കാറില്ല. മുടിയൊക്കെ ജട പിടിച്ചുകൊണ്ട് താടിയൊക്കെ ഒരുപാട് നീട്ടി വളർത്തി വല്ലാത്ത വൈകൃതമായ രൂപത്തിലാണ് കഴിയുക. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് പറഞ്ഞ മനുഷ്യനെയാ എനിക്ക് കാണേണ്ടത്. എന്നിട്ട് അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു തആല ആ മനുഷ്യൻ ചെരുപ്പ് കുത്തുന്ന സ്ഥലത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് പറയുന്നു, അസ്സലാമു അലൈക യാ മുവഫഖ്, അസ്സലാമു അലൈക യാ മുവഫഖ്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് സലാം പറയുന്നത്. ആ ഒരു ചെറിയൊരു കുടിലിൽ നിന്ന്
നിന്ന് പുറത്തേക്ക് വന്നപ്പോ മുവഫഖ് നോക്കുമ്പോ വല്ലാത്ത ഈമാന പ്രകാശത്തിന്റെ പ്രോജ്വല മുഖമുള്ള ഒരു മനുഷ്യൻ വന്നുകൊണ്ടാണ് സലാം പറയുന്നത്. സലാം അടക്കി എന്താ നിങ്ങൾ വന്നത്, എന്താ നിങ്ങൾ വന്നതെന്ന് പറയുമ്പോ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു മുവഫഖിനോട് ചോദിക്കുന്നു, മുവഫഖേ ഈ പ്രാവശ്യം ഹജ്ജ് ചെയ്യാ നിനക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നല്ലോ മുവഫഖേ എന്ന് പറയേണ്ട താമസം അത് മദീന എന്ന് കേൾക്കേണ്ട താമസം, ഉംറ എന്ന് കേൾക്കേണ്ട താമസം, മദീനയുടെ മണവാളന്റെ പേര് കേൾക്കേണ്ട താമസം മുവഫഖ് പൊട്ടിക്കരയാൻ തുടങ്ങി. എത്രയോ ഉമ്മമാര് ഉപ്പമാര് പൊട്ടിക്കരയാറുണ്ട്. അല്ലാഹുവേ തമ്പുരാനെ മരിക്കുന്നതിന് മുമ്പ് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമായ മദീന, ആ മദീനയിലേക്കൊന്ന് കടന്നു ചെന്നിട്ട് പൊട്ടിത്തകർന്ന മാനസവുമായി അല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് ചങ്ക് പൊട്ടിക്കൊണ്ട് വിതുമ്പുന്ന ചുണ്ടുകളോടെ നിറയുന്ന കണ്ണുകളോടെ മദീനയുടെ മണവാളനെ സലാം പറയാൻ ആഗ്രഹിക്കുന്നവരാണ് എന്റെ ഉപ്പമാര്. അതുകൊണ്ടല്ലേ നിങ്ങൾ എവിടെ ദുആയിരക്കാരം പറഞ്ഞു ഉസ്താദേ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള ഒന്ന് കാണാൻ, സ്വപ്നത്തിലെങ്കിലും റസൂലുള്ളാഹിനെ ഒന്ന് കാണാൻ നിങ്ങൾ ദുആയിരക്കണമെന്ന് എത്രയോ ഉപ്പമാര് പറയാറുണ്ട്, എത്രയോ ഉപ്പമാര് പറയാറുണ്ട്. മുവഫഖിനോട് മദീനയുടെ മണവാളന്റെ പേര് കേൾക്കേണ്ട താമസ ആ മനുഷ്യൻ പൊട്ടി പൊട്ടി കരയുന്നു. വർത്തമാനം പുറത്തേക്ക് വരുന്നില്ല. നിങ്ങൾ എന്റെ സങ്കടം കൂട്ടാൻ വന്നതാണോ, നിങ്ങൾ എന്റെ സങ്കടം കൂട്ടാൻ വന്നതാണോ, നിങ്ങൾ എന്നെ വീണ്ടും കരയിപ്പിക്കാൻ വന്നതാണോ? മദീനയുടെ പേര് കേട്ടാ പിന്നെ മുവഫഖിന്റെ കണ്ണ് നിറയും, വർത്തമാന വെളിയിലേക്ക് വരൂല. അത്രയേറെ പ്രഭാതക സ്നേഹമായിരുന്നു മുവഫഖിന്. മുവഫഖിനോട് ചോദിക്കുന്നു, ഇബ്നു മുബാറക് തങ്ങൾ ചോദിക്കുന്നു, മുവഫഖേ എന്താ നിങ്ങൾ ഹജ്ജിന് പോകാത്തത്, എന്താ നിങ്ങൾ ഹജ്ജിന് പോകാത്തതെന്ന് പറഞ്ഞപ്പോ പൊട്ടിത്തകർന്ന മാനസവുമായി മുവഫഖ് ചരിത്രം പറയാൻ തുടങ്ങി. ചരിത്രം വിശാലമാണ്, ഞാൻ ചുരുക്കി പറയാ. മുവഫഖ് എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്ന, മുബാറക് തങ്ങളെ ഞാൻ ഈ ചെരുപ്പ് കുത്തുന്നത് കണ്ടു, ദിവസം ചെരുപ്പ് കുത്തിയ 2-3 നാണയമാണ് എനിക്ക് കിട്ടുക. ആ നാണയത്തിന്റെ ഒരു വിഹിതം ഞാൻ എന്റെ കുടുംബത്തിന് മക്കൾക്ക് വേണ്ടി ചിലവഴിക്കും. എന്നിട്ട് ഒരു നാണയം തൊട്ടെടുത്ത് ഞാൻ വീട്ടിലൊരു പെട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു കുടുക്ക. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പണമിട്ട് സൂക്ഷിക്കാൻ ഒരു കുടുക്ക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പെട്ടിയുടെ മുകളിൽ ഞാൻ ഒരു പേപ്പറിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്വലാത്ത് ഞാൻ ആ പെട്ടിയുടെ മുകളിൽ ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് എല്ലാ ദിവസവും ഞാൻ അതിലൊരു വിഹിതം ഞാൻ പെട്ടിക്കകത്തേക്ക് ഇടുകയാണ്. എന്റെ ബഹുമാനമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലിനെ ഒരുപാട് സ്നേഹിക്കുന്ന മുവഫഖ് എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്നു, ഒരു വിഹിതം ഞാൻ ഇങ്ങനെ പെട്ടിയിൽ ഇങ്ങനെ ഇട്ട് സൂക്ഷിക്കുകയാണ്. സൂക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോ മഹാനായ ചെറുവാളൂർ ഉസ്താദ് കടന്നു വരികയാണ്. കുലൂ തക്ബീർ, കുലൂ തക്ബീർ. ആത്മീയ കേരളത്തിന്റെ മരക്കാരൻ മുഖേന്ദ്രായ പ്രകാശത്തിന്റെ ദിവ്യ ജ്യോതിസ് മഹാനാറുകൾ കടന്നു വരികയാണ്. അല്ലാഹു ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കുലൂ തക്ബീർ, കുലൂ തക്ബീർ, കുലൂ തക്ബീർ, കുലൂ തക്ബീർ, കുലൂ തക്ബീർ, കുലൂ തക്ബീർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.
ബഹുമാനമുള്ളവരെ, മുവഫഖ് റളിയല്ലാഹു തആല അൻഹു ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹുവോട് പറയുന്നു, അങ്ങനെ ഞാൻ ഒരു പെട്ടി തയ്യാറാക്കി. എല്ലാ ദിവസവും കിട്ടുന്ന ഒരു വിഹിതം ഞാൻ ആ പെട്ടിക്കകത്തേക്ക് ഞാൻ ചുരുക്കുകയാണ്. ബഹുമാനമുള്ളവരെ, മഹാനായ ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നു, ഞാൻ അങ്ങനെ പെട്ടിയിലേക്ക് ഇട്ട് സൂക്ഷിച്ചു കൊണ്ടിരിക്കെ പെട്ടി ഏകദേശം മദീനത്ത് പോകാൻ പൈസയായി എന്ന് ഉറപ്പായപ്പോ ഞാൻ ആ പെട്ടി പൊട്ടിക്കുന്ന ദിവസം എന്റെ ഗർഭവതിയായ ഭാര്യ എന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, എനിക്ക് കുറച്ച് മാംസം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഗർഭവതിയായ ഭാര്യ എന്നോട് വന്ന് സങ്കടം പറഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഭർത്താവ്, സ്നേഹനിധിയായ ഭർത്താവ്, ആ ഭർത്താവ് ഭാര്യയോട് പറയുന്ന, ഇല്ല പെണ്ണേ, ഈ പൈസയിൽ നിന്ന് ഒരു രൂപ പോലും ഞാൻ എടുക്കൂല. ഇത് മദീനയുടെ മണവാളനുള്ള സമ്മാനമാണ്. എനിക്ക് മദീനത്തെ മണവാളന് പോകാനുള്ളതാണ്. ഇതിൽ നിന്ന് ഒരു രൂപ പോലും ഞാൻ എടുക്കൂല എന്ന സങ്കടത്തോടു കൂടി പറയപ്പോ ആ പെണ്ണ് പറയുന്നു, മാരരെ, നിങ്ങൾ ഈ പൈസ എടുത്ത് വാങ്ങണ്ട. വീടിനപ്പുറത്ത് മാംസം വേവിക്കുന്നുണ്ട്. അതിൽ നിന്നൊരു ചാറ്, എനിക്ക് കുറച്ച് അല്പം ചാറ്, അതിൽ നിന്ന് കറി വാങ്ങിക്കൊണ്ട് വന്നാൽ മതി എന്നൊരു പാത്രം എടുത്ത് കയ്യിൽ കൊടുത്തു. അത്രേ ഭാര്യ എടുത്ത് കയ്യിൽ കൊടുത്തു. മുവഫഖ് റളിയല്ലാഹു തആല വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ അവിടുത്തെ വീട്ടിലേക്ക് ചെന്ന ആ ഭാര്യയെ വിളിച്ചു. ആ വീട്ടിലെ ഉടമസ്ഥയെ വിളിച്ചു വരുന്നു പറഞ്ഞു, എന്റെ ഭാര്യ ഗർഭവതിയാണ്, എനിക്ക് കുറച്ച് മാംസം വേണം, നിങ്ങൾ ഉണ്ടാക്കിയ മാംസത്തിൽ നിന്ന് കുറച്ച് വേണമെന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, അത്രേ, നിങ്ങളുടെ ഗർഭവതിയായ ഭാര്യയ്ക്ക് ഞാൻ ഈ മാംസം തരൂല. ബഹുമാനമുള്ള ചരിത്രം ഞാൻ ചുരുക്കുകയാണ്. ഉസ്താദ് എന്നത്തെ ചരിത്രം ചുരുക്കൂ, എന്താ കാരണം എന്ന് ചോദിച്ചപ്പോ ആ മുവഫഖിനോട് ആ പെണ്ണ് പറഞ്ഞു, അത്രേ, ഞാൻ ഇത് നിങ്ങളുടെ ഗർഭവതിയായ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട മാംസമല്ല. കാരണം എന്റെ ഭർത്താവ് മരണപ്പെട്ടിട്ട് വർഷങ്ങളായി. എന്റെ മക്കളെ നോക്കാൻ, എന്നെ നോക്കാൻ ആരും മുന്നോട്ട് വന്നില്ല. അവസാനം പട്ടിണി കിടന്ന മക്കൾക്ക് സമാധാനമാകട്ടെ എന്നോർത്ത് വല്ലതും കിട്ടുമോ എന്ന് അന്വേഷിച്ച് മരുഭൂമിയിലൂടെ ഞാൻ നടക്കുമ്പോ ഒരു കോവർ കഴുത ചത്തിട്ട് ഒരുപാട് ദിവസങ്ങളായി കാക്കകളും കഴുകനും കൊത്തിവലിച്ച് പുഴു തിന്നുന്ന ഒരു അവസ്ഥയിൽ കിടക്കുന്ന ഒരു ചീഞ്ഞെളിഞ്ഞ ജഡമായ ഒരു കോവർ കഴുത മരുഭൂമിയിൽ കിടന്നു. ഞാൻ അത് എനിക്ക് വിധിച്ചതാണെന്ന് പറഞ്ഞ് അതിൽ നിന്നൊരു മാംസകഷ്ണം അടർത്തിയെടുത്തു കൊണ്ടുവന്ന് പുഴുക്കളരിച്ച കാക്കകൾ കൊത്തിവലിക്കുന്ന, കഴുകൻ കൊത്തിവലിക്കുന്ന ആ മാംസമാണ് ഞാൻ എന്റെ യതീമായ മക്കൾക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പോ മുവഫഖ് റളിയല്ലാഹു തആല അവിടെ നിന്നുകൊണ്ട് എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് യതീമായ മക്കള്, ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഞാൻ കാരണം യതീമീങ്ങൾ പട്ടിണി കിടക്കേണ്ടി വരുമോ, ഒരു ശബത്തിന്റെ ഇറച്ചി തിന്നേണ്ടി വരുമോ എന്നോർത്തുകൊണ്ട് അവിടെ ഇരുന്ന കയ്യിലിരുന്ന പാത്രം ദൂരേക്ക് വലിച്ചെറിഞ്ഞ് ഓടി വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അവിടെ നിന്ന് ആ പുടുക്ക പൊട്ടിച്ച പൈസ എല്ലാം എടുത്തുകൊണ്ട് ആ ഭാര്യയുടെ വീട്ടിനപ്പുറത്തെ ആ സഹോദരിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഈ മക്കൾക്ക് ഇനി മുവഫഖ് ഉണ്ട്, ഈ മക്കൾക്ക് ഇനി യതീമീങ്ങളായ മക്കൾക്ക് ഈ മുവഫഖ് ഉണ്ട്. എന്ത് പ്രശ്നം വന്നാൽ ഈ മുവഫഖ് ഉണ്ട്. ഈ മദീനയിലേക്ക് പോകാൻ പറ്റുന്ന മുഴുവൻ സമ്പത്തും ഞാനിതാ ഈ നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു എന്ന് പറഞ്ഞ മക്കളുടെ തലയിൽ ചുംബനം കൊടുത്തു എന്ന് ഇബ്നു മുബാറക്കിനോട് പറഞ്ഞപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു മുവഫഖിനോട് പറഞ്ഞു, മുവഫഖ്, നീ സങ്കടപ്പെടേണ്ട. ഈ വർഷം ഹജ്ജ് ചെയ്തവരുടെയും ഉംറ ചെയ്തവരുടെയും കൂട്ടത്തിൽ നിന്നെയും അല്ലാഹു ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിന്റെ ഹജ്ജിന്റെയും ഉംറയുടെയും കൂലി കാരണമായി ഞങ്ങളുടെയും ഹജ്ജ് സ്വീകരിച്ചു എന്ന് പറഞ്ഞപ്പോ ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു വീണുകൊണ്ട് പൊട്ടിക്കരഞ്ഞു എന്ന ചരിത്രം. അതുകൊണ്ട് ബഹുമാനമുള്ള ഒരു ഖബർ ജീവിതം രക്ഷപ്പെടാൻ അല്ലാഹുവിന്റെ സ്വലാത്ത്, അത് നമസ്കാരം കൃത്യമാക്കുക, അത് മാത്രമല്ല ഹറാമിനെ തൊട്ട് സൂക്ഷിക്കുക, നാവിനെ സൂക്ഷിക്കുക, അതുപോലെ സൂറത്തുൽ മുൽക്ക് പോലത്തെ പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് പാരായണം ചെയ്യണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖബർ ജീവിതം രക്ഷപ്പെടാനും അതുവഴി നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ മുൻഗാമികളായ പൂർവ്വസൂരികളായ നമ്മുടെ ഉസ്താദുമാരോടൊപ്പം ഗുരുവര്യന്മാരോടൊപ്പം മഹത്തുക്കളോടൊപ്പം നമുക്ക് കടന്നു പോകാൻ അല്ലാഹു നമുക്ക് വലിയ ഭാഗ്യം നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.